ജീവിതം യേന സത്വം സ നിത്യസത്യായ വൈഹൂതം രക്ഷണായ ച ധർമ്മസ്യ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നിത്യസത്യത്തിനു വേണ്ടി സ്വന്തം ജീവിതങ്ങൾ ആഹൂതി ചെയ്ത മഹാത്മാക്കളെ ധർമ്മരക്ഷണാർത്ഥം നമുക്ക് പിന്തുടരാം എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. അഭ്യന്തരായ സന്യാസി ശ്രേഷ്ഠന്മാർ അവർകൾക്കും കൂടിയ മറ്റു മഹൽ വ്യക്തികൾക്കും വിനീതമായ നമസ്കാരം. സാഹിത്യ നിപുണനും ആധ്യാത്മിക ആചാര്യനും എൻ്റെ ഗുരുസ്ഥാനീയനുമായ തലനാട് ചന്ദ്രശേഖരൻ നായർ അവർകളും ഈ സദസ്സിലുണ്ട് എന്ന് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം ആരും അറിയാതെ ഇതിൻ്റെ ഉള്ളിൽ വന്നെത്തിയതാണ്. ഭാഗവതം ഏത് കോണിൽ കൂടി നോക്കിക്കാണുന്നു അതുപോലെ അനുഭവപ്പെടും. ഭക്തി ഗ്രന്ഥമാണെങ്കിൽ അങ്ങനെ, ജ്ഞാനശാസ്ത്രമാണെങ്കിൽ അങ്ങനെ, യോഗശാസ്ത്രമാണെങ്കിൽ അങ്ങനെ, ഏത് രീതിയിൽ നോക്കുന്നു അതുപോലെ. ഇനിയൊരു മനഃശാസ്ത്ര ഗ്രന്ഥമാണെങ്കിൽ അങ്ങനെ, അതൊന്നുമല്ല ഒരു മിസ്റ്റിക് സൈക്കോളജി ആണെങ്കിൽ ആ രീതിയിലും അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് അതിൻ്റെ ഘടന എന്ന് 100% ഏത് നോക്കിക്കാണുന്ന ഏത് തരക്കാരനും തെളിയിക്കാവുന്ന തരത്തിലാണ് ഭാഗവതത്തിൻ്റെ ഘടന. അത്ഭുതകരമായ ഒരു ഘടനയാണ്. അതിന് കാരണം മാസ്റ്റർ മൈൻഡ്, അതായത് പരാവെളിവിലെത്തിയുള്ള ആളുകൾ, പരാവിദ്യയുടെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ ഒന്ന് പറയുന്ന സമയത്ത് അതൊരാൾക്ക് വേണ്ടി മാത്രമല്ല, ഏതൊരാൾക്കും അവരവരുടെ ലെവലിൽ നോക്കിയാൽ അവരെ മുന്നോട്ട് നയിക്കുന്ന മഹത്തായ ഒരു നായിക ഗ്രന്ഥമാണ് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. അത് എല്ലാ കൊല്ലവും എത്ര പ്രാവശ്യം കേട്ടാലും നമുക്ക് മതി വരുന്നില്ല. പിന്നെയും നമ്മൾ കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് എന്തിനാണ് നമുക്ക് ഈ ഭാഗവതം കേൾക്കാൻ ഇത്ര അധികം ആഗ്രഹം? എന്തുകൊണ്ടാണ്? എന്താണ് ഭാഗവതത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എന്തോ ഒക്കെ അറിയണമെന്നുണ്ട്, എന്തൊക്കെ ആവണമെന്നുണ്ട്, എന്താണ് എന്നറിയണമെന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ നമ്മളെല്ലാവരും വന്നിരിക്കുന്നത്. അത് ഒരാൾ പറയുമ്പോൾ അല്പൊരാശ്വാസം, വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ വേറൊരു തരത്തിലേക്ക് കേൾക്കുമ്പോൾ ഒന്നും കൂടി ആശ്വാസം. കുട്ടി കരയുന്ന സമയത്ത് മാറ്റിപ്പിടിക്കുന്ന മാതിരിയാണ്. ഒരാൾക്ക് തോന്നും ഞാൻ പിടിച്ചാൽ ആ കുട്ടി കരച്ചിൽ മാറ്റുന്നു. എവിടെ പിടിക്കുന്ന സമയത്ത് കരച്ചിൽ കൂടുതലാവുകയില്ല, വേഗം തിരിച്ചു കൊടുക്കും. വേറൊരാളെടുക്കും, ഞാൻ ഇങ്ങോട്ട് തരും, ഞാൻ നോക്കട്ടെ. അങ്ങനെ കുറേ പേര് നോക്കി അവസാനം കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോഴാണ് എന്താ ഇപ്പോൾ ഇതിന് കാരണം, കരയാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കണം എന്നായി. പിന്നെ അതുവരെ അതില്ല. കരയുന്ന കുട്ടിയെ ഞാൻ ആശ്വസിപ്പിക്കാം, എനിക്ക് ആശ്വസിപ്പിക്കാൻ കഴിയും എന്നൊക്കെ അമ്മമ്മ വിചാരിക്കും. ഇങ്ങനെ എത്ര കുട്ടികളെ കരച്ചിൽ ഞാൻ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരും ശ്രമിച്ചു നോക്കും. എന്നിട്ടൊന്നും കരച്ചിൽ മാറുന്നില്ലെങ്കിലാണ് എന്താ ഇപ്പോൾ കരയാൻ കാരണം നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കുട്ടി എന്തായാലും കരച്ചിൽ നിർത്തുന്നില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കുക. അയാൾക്ക് അറിയാം എന്താ കാരണം എന്ന് കണ്ടുപിടിക്കാൻ. അതുപോലെ നമുക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് പല പരിഹാരം നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഫലവത്താവുന്നില്ല. അങ്ങനെ പലതും ചെയ്ത് നോക്കുകയാണ്. ഓരോരുത്തരെ ഉപദേശിക്കും, സാമ്പത്തികമായിട്ടുള്ള പരാധീനതയാണ് കാരണം, അതുകൊണ്ട് കുറച്ച് പണം ഉണ്ടാക്കാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയും. അത് ചെയ്ത് നോക്കി, മാറുന്നില്ല, കരച്ചിൽ മാറുന്നില്ല. പിന്നെ ഉള്ളിൽ ആ വേവലാതി അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ അവിടെ ആ സമിതിയിൽ ഒരു മെമ്പറാവുക, അല്ലെങ്കിൽ മറ്റേതിൻ്റെ സെക്രട്ടറി ആയിക്കോളൂ, എന്തെങ്കിലും ഒരു സ്ഥാനമാനമൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. അതൊക്കെ ചെയ്ത് നോക്കി എന്നിട്ടൊന്നും സമാധാനമാവില്ല. അപ്പോഴാണ് നമ്മൾ എന്താ കാരണം എന്ന് ആലോചിക്കാം. എന്താ ഇപ്പം ഇതിൻ്റെ കാരണം? എന്ത് കിട്ടിയിട്ടൊന്നും ആയില്ലല്ലോ. നാരദ മഹർഷിക്ക് എങ്ങനെ തോന്നിയെന്നാണ്. എന്തിപ്പോൾ ഒന്നും ആയില്ല, കുറേ പഠിച്ചു, പക്ഷെ ഒരു കാര്യമില്ല. സനത്കുമാരന്മാരോട് ചോദിച്ചു, ഒരുപാട് പഠിച്ചു നോക്കി, പക്ഷേ മനസ്സിനൊരു തൃപ്തി വന്നില്ല. എന്താ കാരണം? എന്തൊക്കെയാണ് പഠിച്ചതെന്ന് വെച്ചപ്പോൾ 26 ശാസ്ത്രങ്ങളുടെ പേരൊക്കെ എണ്ണി പറയുന്നുണ്ട്. അതിലൊക്കെ ഉപസ്ഥിതി വരുത്തിയുള്ള ആളാണ്. പക്ഷെ എന്നിട്ടും അപ്പോൾ അവർ പറഞ്ഞു, ഈ ശാസ്ത്രങ്ങളൊന്നും അംഗീകൃതമല്ല. അവിടെ അംഗീകരിക്കപ്പെട്ട ശാസ്ത്രങ്ങളല്ല, ഇതൊക്കെ അപരാവിദ്യയല്ലേ, അതുകൊണ്ട് പരാവിദ്യയിൽ കൂടി മാത്രമേ സംതൃപ്തി വരുള്ളൂ എന്നാണ്. അപ്പോൾ എന്താ പരാവിദ്യ എന്ന് ചോദിക്കുക, അത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളിരിക്കുന്ന സ്ഥലത്ത് തന്നെ അത് ബോധ്യം വന്നിട്ടില്ല എന്നർത്ഥം. അപ്പോൾ പല പരിഹാര മാർഗങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്.
മന്ത്രം ജപിച്ച് നോക്കുന്നുണ്ട്, വേണ്ടതല്ലേ വേണ്ടതാണ്. പിന്നെ യോഗാസനങ്ങൾ ചെയ്തു നോക്കി, തീർത്ഥയാത്ര നടത്തി നോക്കി, ശാസ്ത്ര പഠനം നടത്തി നോക്കി, സത്സംഗം നടത്തി നോക്കി. പക്ഷെ ഒക്കെ ആയാലും എന്തോ അറിയില്ല, വേണ്ടതാണ്ട് ആയില്ല എന്ന് പിന്നെയും തോന്നുകയാണ്. അപ്പോൾ ആദ്യകാലത്ത് ഇതൊക്കെ കഴിയുള്ളൂ. മന്ത്രം ജപിക്കാനും പാഠം പഠിപ്പിക്കാനും പുരാണങ്ങൾ വായിക്കാനൊക്കെ പറയാനേ പറ്റുള്ളൂ. പക്ഷെ അതൊക്കെ കുറേ കാലമായി കഴിയുമ്പോൾ രണ്ട് സംഭവങ്ങളാണ് സംഭവിക്കുക. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അഡിക്ഷൻ ആവുക എന്ന് പറയില്ലേ, ശീലാവുക. ഒരാൾ കുറച്ച് എന്തെങ്കിലും ഒരു അപഥ്യം ആയിട്ടുള്ളൊരു സാധനം അനുഭവിച്ചു വെച്ചാൽ അത് തീരെ സഹിക്കില്ല എന്ന് തോന്നും. ഇത് പറ്റില്ല, എനിക്ക് പറ്റിയതല്ല, ഇത് കുടിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് തോന്നും. പക്ഷേ പരപ്രേരണ കൊണ്ട് വീണ്ടും വീണ്ടും ഒരു 3-4 പ്രാവശ്യം അങ്ങ് കുടിപ്പിച്ചു എന്ന് വയ്ക്കുക, പിന്നെ അത് ശീലായി, പിന്നെ കുടിക്കാതിരിക്കാൻ കഴിയില്ല. ഇത് ശരീരത്തിന് കേടാണെന്ന് അറിയാം, പക്ഷെ എന്നാലും അത് തന്നെ ആ കൃത്യസമയം വരുമ്പോൾ അത് കിട്ടണം. അഡിക്ഷനാവുക. അഡിക്ഷനായി കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് പ്രയോജനമില്ല എന്ന് മാത്രമല്ല, അത് കൂടാതെ കഴിയില്ല. ഇതുപോലെ നമ്മൾ ആധ്യാത്മിക മാർഗങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ ശരിയായിട്ടുള്ളൊരു ഗുരുവിൻ്റെ ശിക്ഷണ ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ചെന്ന് അഡിക്ഷനായി പോകും, ഒന്നിലങ്ങ് ശീലമായി പിന്നെ അത് ചെയ്തില്ലെങ്കിൽ യാതൊരു സമാധാനമില്ല. ഇത്ര പ്രാവശ്യം ഇന്നത് ജപിച്ചില്ലെങ്കിൽ എനിക്ക് യാതൊരു സമാധാനമില്ല, അല്ലെങ്കിൽ അതേ അമ്പലത്തിൽ ഇത്ര പ്രാവശ്യം ചുറ്റിയില്ലെങ്കിൽ ഒന്നാകെ സമാധാനമില്ല. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒന്നിൽ അങ്ങോട്ട് നമ്മൾ ഈ കള്ളുകൂടിയന്മാരൊക്കെ ആവുന്ന മാതിരി, വീടി വലിക്കാരാവുന്ന മാതിരി അഡിക്ഷനായി പോയാൽ പിന്നെ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഇതെന്തിനാണ്, എന്താ അതുകൊണ്ട് എനിക്ക് പ്രയോജനം വരുന്നത്, അതൊന്നും ശ്രദ്ധിക്കുകയില്ല. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവസാന കാലത്താണ് എന്തെങ്കിലും സൊക്കടോ മറ്റോ വന്നാൽ എനിക്കുള്ള ദൈവവിശ്വാസമൊക്കെ പോയി, കാരണം ഇത്രയും ഞാൻ ചെയ്തിട്ട് ഇങ്ങനെയല്ലേ ദൈവം എനിക്ക് വരുത്തി വെച്ചതെന്ന് പറഞ്ഞിട്ട് ദൈവത്തിനോട് പിണങ്ങി പോവുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അറിഞ്ഞല്ല ആചരിച്ചിരുന്നത് എന്ന്, ആചാരമായിരുന്നില്ല അത് എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. കാരണം ആചാരം എന്ന് പറഞ്ഞാൽ ആത്മാവാണ്, ചാരം ചരിക്കുക, ആത്മാവിലേക്കുള്ള പ്രയാണം ആയിരിക്കണം നമ്മുടെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് ഒരു ശീലമാക്കിയിട്ട് എന്നും അത് ശീലം. ഒരാൾ പറഞ്ഞു 3 മണിക്ക് എഴുന്നേറ്റ് 7 മണി വരെ 3 സഹസ്രനാമം ജപിച്ചതിന് ശേഷമേ ഞാൻ പച്ചവെള്ളം കുടിക്കുകയുള്ളൂ. ഒരു ദിവസം കുട്ടിക്ക് സൂക്കടായിട്ട് പെട്ടെന്ന് ശ്വാസം മുട്ടായിട്ട് കൊണ്ടുപോകേണ്ടി വന്നു. അന്ന് സഹസ്രനാമം ജപിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കര വിഷമം, ദുഃഖമായി. ആകെ ഇനി അതിന് വല്ല കോപം വരുമോ, ഇതിനെന്താ പരിഹാരം ചെയ്യേണ്ടതെന്നൊക്കെ അന്വേഷിക്കുകയായി. അപ്പോൾ അത് ശീലത്തിൽപ്പെട്ട അഡിക്ഷനിൽ പെട്ടുപോയതാണെന്നർത്ഥമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഗുരുക്കന്മാരുടെ സഹവാസത്തിൽ സത്സംഗത്തിൽ ഇരുന്നുകൊണ്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓരോ ദിവസവും നമ്മളിൽ വരുന്ന മാറ്റം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ശരീരത്തെ ഘടന നോക്കുകയാണെന്ന് വെച്ചാൽ ശരീരത്തെ ഒരിക്കലും മറ്റൊന്നാക്കി തീർക്കാൻ കഴിയില്ല. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജീനുണ്ട്, ആ ജീനിൻ്റെ ഉള്ളിൽ എന്താണോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് 2 കാര്യങ്ങളാണ്, ആകാരം മറ്റൊന്ന് വികാരം. ഈ ആകാരം വികാരവും എന്താണോ ജീനിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ അനാവരണം മാത്രമാണ് നമ്മുടെ രൂപവും നമ്മുടെ ഭാവവും. അത് മാറ്റാൻ നമ്മൾ വിചാരിച്ച കഴിയില്ല. അത് ആര് പറഞ്ഞു? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറഞ്ഞാണ്, സദൃശം ചേഷ്ടതയെ സ്വസ്യാ പ്രകൃതിയും ജ്ഞാനവാനപി പ്രകൃതിയും യാന്തി ഭൂതാനി നിഗ്രഹ കിങ്കരിഷ്യതി എന്നാണ്. ഓരോരുത്തരും അവരുടെ പ്രകൃതിക്കനുസരിച്ച് ജനറ്റിക് നേച്ചറിനനുസരിച്ച് നടത്തും മാത്രമേ ചേർത്തിക്കാൻ കഴിയുള്ളൂ. അതിനെ നിയന്ത്രിക്കാൻ ആർക്കാ കഴിയാന്ന്? വേർ ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് കൺട്രോൾ. എങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കാൻ പറ്റുക? നിയന്ത്രിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇപ്പോൾ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷേ വെളിച്ചം വന്നാൽ ഇരുട്ടെന്ന് പറഞ്ഞ സംഭവമേ ഇല്ല. അതുപോലെ നമ്മളെ ദുർവിചാരങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതിനൊക്കെ നിയന്ത്രിക്കാൻ നമ്മൾ വിചാരിച്ചാൽ കഴിയില്ല. പക്ഷേ സജ്ജനങ്ങളുടെ അടുത്തോ ഗുരുക്കന്മാരുടെ അടുത്തോ അമ്മമാരുടെ അടുത്തോ ഒക്കെ പോയി കഴിയുമ്പോൾ അങ്ങനെയൊരു ദുസ്വഭാവമേ നമ്മുടെ ഉള്ളിലില്ല നമുക്ക് ബോധ്യം വരും. അപ്പോൾ മഹാത്മാക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ മഹത്തായുള്ള ചിന്തകൾക്ക് അടിമയായിട്ട് മഹത്തായുള്ള ചിന്തകളെ കൈകാര്യം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളുള്ളിൽ യാതൊരു പ്രശ്നവും ഇല്ലാതിരിക്കുകയാണ്. പക്ഷെ അത് വിട്ട് കഴിഞ്ഞ് നമ്മളുടെ 4 ഘടകങ്ങളായിട്ട് ബന്ധിക്കുമ്പോഴാണ് അഹന്ത, മമത, കാലം, ദേശം. ഈ കാലത്തെ അപേക്ഷിച്ച്, ദേശത്തെ അപേക്ഷിച്ച്, ഞാനെന്ന തോന്നലിനെ അപേക്ഷിച്ച്, എൻ്റെ എന്ന തോന്നലിനെ അപേക്ഷിച്ച് ഇരിക്കുന്ന കാലം വരെ നമ്മൾക്ക് സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. അതിൻ്റെതായിട്ടുള്ള സുഖവും ദുഃഖവും മാറി 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 അനുഭവിക്കേണ്ടി വരുന്നർത്ഥം. അപ്പോൾ അതെത്ര കാലം അനുഭവിച്ചാലും അത് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു സുഖമുണ്ട് എന്ന് പറയുന്നു, ശാശ്വതമായൊരു സ്വാതന്ത്ര്യമുണ്ട്, സമാധാനമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശാസ്ത്രങ്ങളിൽ. അത് ഈ ശരീരത്തിൽ ഇന്ന് വരെ അനുഭവിക്കാൻ പറ്റിയില്ല.
മാനസിക തലത്തിലും പറ്റിയില്ല, ബുദ്ധി തലത്തിൽ തീരെയും പറ്റിയില്ല. അപ്പോൾ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലുമാണ് ഇപ്പോൾ ഇത്രയും കാലം അന്വേഷിച്ചത്. പക്ഷേ ശാസ്ത്രം പറയുന്നത് എന്താണ്? അങ്ങേയറ്റം എത്തുന്ന സമയത്ത്, ആദ്യകാലത്തൊന്നും കുട്ടികളോട് ഇതൊന്നും പറയാൻ പറ്റില്ല. പറയുമ്പോൾ നിങ്ങളുടെ പരാക്രമം ഈ പ്രകൃതിയിലല്ല വേണ്ടതെന്നാണ്. ശരീരത്തിൻ്റെ മേലെ അല്ല പരാക്രമം തിരിച്ചറിയേണ്ടത്, മനസ്സിലല്ല പരാക്രമം തിരിച്ചറിയേണ്ടത്, ഈ ബുദ്ധിയിലല്ല പരാക്രമം വേണ്ടത്. അപ്പം എന്താണ് പരാക്രമം എന്ന് പറഞ്ഞാൽ? പരാശക്തിക്ക് പരാവിദ്യക്ക് ചില ക്രമങ്ങളുണ്ട്. ആ ക്രമം വ്യക്തമാവുന്ന എന്നാണോ അതിൻ്റെ ശേഷം പ്രകൃതിയിൽ നോക്കുമ്പോഴേ ഇതിനൊക്കെ ഒരു അർത്ഥമുണ്ട് എന്ന് ബോധ്യം വരുള്ളൂ. ഇവിടെ ക്രമവും നീതി മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഇവിടെ അക്രമ അനീതി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. പക്ഷെ പരാക്രമം പരയുടെ ക്രമത്തിൽ നോക്കിക്കഴിഞ്ഞാലോ ഇവിടെ അനീതി അക്രമവും യാതൊന്നുമില്ല. ഒരു തവളയെ പാമ്പ് പിടിക്കുമ്പോൾ തവള വളരെയധികം പേടിച്ച് ഭയന്ന് ഉറക്ക നിലവിളിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കല്ലെറിഞ്ഞ് പാമ്പിനെ ഒഴിവാക്കണോ, തവളെ രക്ഷിക്കണോ, അതോ അതിൻ്റെ ആഹാരമാണെന്ന് വിചാരിച്ച് മൗനം ദീക്ഷിക്കണോ? നമുക്ക് അറിഞ്ഞുകൂടാ. വേദവ്യാസമുനി പറയുന്നു അദ്ദേഹത്തിന് അറിയില്ല, ഏതാ ധർമ്മം ഏതാ ധർമ്മം അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ മഹാത്മാക്കൾ എന്തൊക്കെയാണ് ചെയ്തത് അതുപോലെയൊക്കെ അനുകരിക്കുക, അല്ലാതെ നമുക്ക് യാതൊരു നിവൃത്തിയില്ല എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് ഇവിടെ അനീതിയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ പരയുടെ ക്രമത്തിൽ നോക്കുകയാണെങ്കിൽ, പരാശക്തിയുടേതായിട്ടുള്ള ഒരു ക്രമമുണ്ട്, ആ ക്രമത്തിൽ കൂടി നോക്കുകയാണെങ്കിൽ ഇത് മുഴുവനും ഇതിലൊക്കെ വലിയ ഒരു നീതിയും ക്രമമുണ്ട് എന്നാണ്. ചെറിയ ജന്തുവിനെ വലിയ ജന്തുവിൻ്റെ ആഹാരമായി വെക്കാൻ കാരണം എന്താണ്? ചെറിയ ജന്തു വലിയ ജന്തുവിൻ്റെ അവസ്ഥയിലേക്ക് പരിണമിക്കണമെങ്കിൽ യത് ഭാവ തദ്ഭവതി എന്നാണ്. നിരന്തരം അത് ഭാവിച്ചുകൊണ്ടേയിരിക്കണം, നിരന്തരം അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ ശരീരം ഏതൊരു ജന്തുവിൻ്റെ ആഹാരമാണോ ആ ജന്തുവിനായിരിക്കും ഞാൻ എപ്പോഴും പേടിക്കുക, എപ്പോഴും ആലോചിക്കുക, ചിന്തിക്കുക. തിന്നുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനെ നിരന്തരം ആലോചിക്കുക, അതൊരു തപസ്സാണ്. തപസ് കൊണ്ട് എന്താണ്? ആ അവസ്ഥയിലേക്ക്, ആ ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എൻ്റെ ജീവൻ പരിണമിക്കും, കൊല്ലപ്പെടുന്ന സമയത്തോ ചാവുന്ന സമയത്തോ ഈ സങ്കല്പത്തിനനുസരിച്ച്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു വികാസ പ്രക്രിയ ഓട്ടോമാറ്റിക്കായിട്ട് സ്വതവേ ഉള്ളതായ ഒരു ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു ഇവല്യൂഷണറി പ്രോസസ്സ്, ഒരു വികാസ ഘട്ടത്തെ സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ പ്രകൃതി എന്ന് പറയും. പ്രകൃതിക്ക് സ്ത്രീ എന്ന് പറയാം. സാ താ രാ ഈ എന്ന് പറഞ്ഞാൽ ശക്തി, സത്വരജസ് തമോ ഗുണപ്രധാനമായി വിരാജിക്കുന്ന ഈ പ്രകൃതിയാണ് നമ്മൾ സ്ത്രീ എന്ന് പറയാം. അതുകൊണ്ടാണ് യോഗമായ കൊച്ചുകുട്ടിയായിട്ട് പെൺകുട്ടിയായിട്ട് ഇരിക്കുന്ന സമയത്ത് കംസൻ പിടിച്ച് നിലത്തടിക്കാൻ പോയ സമയത്ത് കയ്യിൽ നിന്ന് വഴുതിപ്പോയി സാക്ഷാൽ സ്വരൂപിണിയായിട്ട് ആകാശം എന്നിട്ട് പറഞ്ഞെന്താണ്? ഹരേ ദുരാചാര ശംസകംസ, പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടതെന്നാണ്. നിന്റെ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടത്, സ്ത്രീകളിലല്ല, പ്രകൃതിയിലല്ല ഈ പരയുടെ ക്രമം നോക്കിക്കാണേണ്ടത്. പരയുടെ ക്രമം അവിടെ കൊണ്ട് തന്നെ മനസ്സിലാക്കിയതിന് ശേഷം പ്രകൃതിയിൽ നോക്കിയാൽ ഇവിടെ അങ്ങനത്തെ അനീതി അക്രമം ഇല്ല എന്ന് ബോധ്യം വരുന്നതാണ്. ദുരാചാരിയാണ്. ദുരാചാരി ദുഃഖത്തിലേക്ക് ഉത്സാഹിപ്പിക്കുന്ന ആചാരം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്, അതാണ് ദുരാചാരം. പിന്നെ ശാസിക്കുന്ന എന്താണ്? ഇല്ലാത്തതിൻ്റെ പിന്നാലെ ഓടുന്ന ആളുകളെ ശാസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും, ഭരണം മുഴുവനും. ആണ് ദുരാചാര ശംസകംസ, പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു, ഇവിടെയല്ല വേണ്ടത്. അത് തിരിച്ചറിയേണ്ട. തവാന്തകൻ ഭൂമിതലേ ജനിച്ച എല്ലാ സ്ഥലത്തും, ഭൂമിതലം എന്ന് പറഞ്ഞാൽ അനുഭവ മണ്ഡല നിർത്താണ്. അവനവന് എന്തൊരു അനുഭവ മണ്ഡലത്തിലെത്തിയാലും അതൊക്കെ അവസാനമുള്ളതാണ്, അവസാനിക്കും. എത്ര അനുഭവങ്ങളുണ്ടായാലും അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവസാനിക്കും. അതിനൊക്കെ അന്തമുണ്ട് എന്നർത്ഥം. അന്തകൻ ഭൂമിതലേ ജനിച്ച എല്ലാ ഭൂമികളിലും എല്ലാ അനുഭവ മണ്ഡലങ്ങളിലും അതിനൊക്കെ ഒരു അവസാനമുണ്ട്. അതുകൊണ്ട് ശാശ്വതമായിട്ടുള്ള ഒന്നും അതിലില്ല. ഈ ശരീരമന ബുദ്ധി തലങ്ങളിലെ അനുഭവ മണ്ഡലങ്ങളിലൊന്നുമില്ല എന്ന്. അതുകൊണ്ട് വിടാതെ സർവേണ തിരഞ്ഞുകൊള്ളുക എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഉള്ളതായ അതിനെ, എല്ലാ സ്ഥലത്തും ഒരു സ്ഥലത്ത് പോലും അതില്ലാത്തതില്ല, അഖണ്ഡമായിട്ടിരിക്കുന്ന അതിനെ തിരഞ്ഞു കണ്ടുപിടിക്കാനാണ് യോഗമായയുടെ വലിയൊരു ഉപദേശമാണ്. നമ്മൾ മധുരയിൽ പോകുന്ന സമയത്ത് അവിടെ ശ്രീകൃഷ്ണൻ്റെ ജന്മ ഇതിൻ്റെ ഉള്ളിലേക്ക്, ആ ഗുഹയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പേ യോഗമായയുടെ വലിയൊരു വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ തത്വങ്ങളൊക്കെ ഇങ്ങനെ നമ്മളോട് പറയുന്നതായിരുന്നു. നമ്മളൊക്കെ കംസന്മാരാണ്, എവിടെയാണ് ഞാൻ, എന്താണ് എൻ്റെ സ്വരൂപം എന്ന് അന്വേഷിക്കുന്ന ആളാണ് കംസൻ. അതിനുള്ള മാർഗം എന്താണ്? ദുരാചാരമാണ്. ദൂവിലേക്ക്
രമിപ്പിക്കുന്ന, അതിലേക്ക് ഉത്സാഹിപ്പിക്കുന്ന. എന്ന് പറഞ്ഞാൽ അഗ്നി, ശുഷ്കാന്തി. അപ്പം നമ്മളെ ദുഃഖത്തിലേക്ക് അവസാനിപ്പിക്കുന്നതായിട്ടുള്ള ഇതിൽ മാത്രം ശുഷ്കാന്തിയുള്ള ആളും, പിന്നെ ഇല്ലാത്തതിനെ ഉള്ളതാന്ന് വിചാരിച്ച് ഭ്രമിക്കുന്ന ആൾക്കാരെ ശാസിച്ചു കൊണ്ടിരിക്കുന്ന ആളുമാണ്. എന്നിട്ട് നമ്മൾ അന്വേഷിക്കുന്ന എവിടെയാണ്? ഇവിടെ ഈ പ്രകൃതിയിലാണ് ശാശ്വത സത്യത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ശാശ്വത സത്യത്തിൻ്റെതായിട്ടുള്ള ഒരു മാർഗ്ഗമുണ്ട്. അത് മഹാത്മാക്കളിൽ നിന്ന് ശ്രവണം ചെയ്യണം. ശ്രവണം ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു തെളിവാണ് ഈ പ്രപഞ്ച പ്രതിഭാസം എന്ന് ഓരോന്നിലും നോക്കി 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 തിരിച്ചറിയണം. അപ്പോൾ അനീതി അക്രമം തോന്നുന്ന സ്ഥലത്ത് നീതി ക്രമവും തിരിച്ചറിയണം. അതാണ് പരാക്രമം പറയുന്നത്. അപരാക്രമമല്ല. അപരാക്രമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനീതി അക്രമ തോന്നുള്ളൂ. പരാക്രമത്തിൽ കൂടെ നോക്കിയാൽ നീതിയും ക്രമവും മാത്രമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ അന്വേഷണം എവിടെയാണ്? നമ്മൾ ശാരീരിക തലത്തിലും മാനസിക തലത്തിലും ബുദ്ധി തലത്തിലുമാണ് അന്വേഷണം. ശാരീരിക തലത്തിൽ പല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും, ബുദ്ധി തലത്തിൽ മാനസിക തലത്തിൽ പലതരം സ്നേഹബന്ധങ്ങളെ കൊണ്ടും പലതരം ബന്ധങ്ങളെ കൊണ്ടും, പിന്നെ ബുദ്ധിതലത്തിലാണെങ്കിൽ പലതരം ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും തന്നെ ആത്യന്തികമായിട്ടുള്ള മോക്ഷം എന്താന്ന് ശാസ്ത്രം പറയുന്നത് വ്യക്തമായിട്ടില്ല എന്നാണ് സനത്കുമാരന്മാർ നാരദ മഹർഷിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താണ് ചോദിച്ചാൽ ഞാൻ എന്താണെന്നാണ്. അപ്പം അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഭാഗവതം മുഴുവനും. ഗീതയിലെ ഒരു ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് ഭാഗവതം എന്ന് പറയാറുണ്ടല്ലോ. ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയഭ്യ പരമന മനസ്സസ്തു പരാബുദ്ധി യോ ബുദ്ധേ പരസഹ. അപ്പം അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ രണ്ടാളുകളാണ് ശുഗബ്രഹ്മർഷിയും പരീക്ഷിത്ത് മഹാരാജാവും. ശുഗബ്രഹ്മർഷി എന്ന് പറഞ്ഞാരാണ്? ദേവി ഭാഗവതത്തിൽ കുറച്ചധികം അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിഷ്ണു ഭാഗവതത്തിൽ പറഞ്ഞ മാതിരി അല്ല അദ്ദേഹത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി അതിൽ പറയുന്നത്. കാരണം എന്താണ്? ഓരോ കൽപ്പങ്ങളിലും എഴുതപ്പെട്ടതാണ്. ഓരോ മഹാത്മാക്കൾ ധ്യാനത്തിൽ സമാധിയിൽ കണ്ടെത്തുന്നത് ഓരോ കൽപ്പങ്ങളിലായിരിക്കും. എല്ലാ കൽപ്പങ്ങളിലും ഒരേമാതിരി അല്ല. ഇപ്പം 4,30,000 കൊല്ലാണ് കലിയുഗം. അതിൻ്റെ ഇരട്ടിയാണ് ദ്വാപരയുഗം. അതിൻ്റെ 3 ഇരട്ടിയാണ് ത്രേതായുഗം, 4 ഇരട്ടിയാണ് കൃതായുഗം. അപ്പോൾ അത് 4 കൂടി കൂട്ടിയാൽ ഒരു ചതുർയുഗം. അങ്ങനത്തെ 71 ചതുർയുഗം കൂടിയാൽ ഒരു മനുവിൻ്റെ കാലം. അങ്ങനെ 14 മനുക്കളുടെ കാലം കഴിയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. അതിനെ കൽപ്പം എന്ന് പറയണം. അങ്ങനത്തെ കൽപ്പം, ഓരോ കൽപ്പത്തിലും ഉള്ള അവതാരങ്ങളും അതിലുള്ള മഹാത്മാക്കളൊക്കെ ധ്യാനം ചെയ്യുമ്പോൾ അവർക്ക് ഏതോ ഒരു കൽപ്പത്തിലേതാണ് അവർക്ക് സമാധിയിൽ കിട്ടുക. അതാണ് അവരെഴുതി വയ്ക്കുക. രാമായണം കുറേ തരം ആവാൻ കാരണം എന്താണ്? ഓരോരുത്തർക്കും ഓരോ കൽപ്പങ്ങളിൽ ഉണ്ടായ സംഭവമാണ് സമാധിയിൽ തെളിഞ്ഞു കിട്ടുക. അത് അവരെഴുതി വയ്ക്കുന്നു എന്ന് മാത്രം. അപ്പം എല്ലാം ഒരേ കൽപ്പത്തിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിത്യബ്രഹ്മചര്യാണ് എന്ന് എഴുതി വച്ചിരിക്കുന്നു വിഷ്ണു ഭാഗവതത്തിലെങ്കിൽ അത് ആ കൽപ്പത്തിൽ അങ്ങനെയായിരുന്നു. പിന്നെ വേറൊരു കൽപ്പത്തിലാണ് ദേവി ഭാഗവതം എഴുതപ്പെട്ടത്. ആ കാലത്ത് അദ്ദേഹം വിവാഹിതനാണ്, 4 മക്കളും. ഭാര്യയുടെ പേര് പീവരി എന്നാണ്. അപ്പോൾ വേദവ്യാസ മഹർഷി തപസ് ചെയ്യുന്ന സമയത്ത് വൃക്ഷത്തിൽ നിറയെ പക്ഷികൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി മേലോട്ട് നോക്കിയ സമയത്ത് 2 പക്ഷികൾ അടുത്തടുത്തിരിക്കുന്നു. തള്ളപ്പക്ഷി കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നു. എന്നൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി, എൻ്റെ ജ്ഞാനമണ്ഡലം പൂർണ്ണമല്ലല്ലോ. ഞാൻ എല്ലാ സമാധി അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സവിതർക്കം, നിർവിതർക്കം, സവിചാരം, നിർവിചാരം, സവികൽപ്പം, നിർവികൽപ്പമൊക്കെ അറിയാം. അങ്ങനെ ഈ സബീജ സമാധിയുടെ എല്ലാ ഭാഗങ്ങളും ഞാൻ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ വൈവാഹിക ജീവിതം, അച്ഛനും അമ്മയും എങ്ങനെയാണ്, ഭാര്യയും ഭർത്താവും എങ്ങനെയാണ്, മക്കളോട് എങ്ങനെയാണ് സ്നേഹം മുതലായതൊന്നും ഞാൻ അനുഭവിച്ച പരിജ്ഞാനം എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ മനോമണ്ഡലം ജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമല്ല എന്ന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി. ആ സമയത്ത് ഘൃതാജി അവിടെ പ്രത്യക്ഷപ്പെട്ടു, ദേവനായരി ഘൃതാജി. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ചെറിയൊരു സലത തോന്നിയെങ്കിലും ഉടനെ പുരൂരവസൻ്റെ കഥ ഓർത്തിട്ട് പെട്ടെന്ന് ഗൗരവം നടിച്ചു. മനസ്സ് ഗൗരവമായിട്ട് മനസ്സിനെ പിന്തിരിപ്പിച്ചു. ഉടനെ അവൾ പേടിച്ചിട്ട്, ഘൃതാജി ശപിച്ചെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഒരു പഞ്ചവർണ്ണ കിളിയായിട്ട് ശുകം എന്ന് പറഞ്ഞ രൂപത്തിൽ പറന്നുപോയി. ആ സമയത്തുണ്ടായ കുട്ടിയാണ് ശുഗൻ. ശുഗത്തെ കണ്ട സമയത്തുണ്ടായതുകൊണ്ട് ശുഗൻ എന്ന് പറയും. അതിനെ വിദ്യ പഠിപ്പിച്ചു, ധർമ്മശാസ്ത്രം പഠിപ്പിച്ചു. അതായത് അവനവൻ്റെ നിലനിൽപ്പിന് എന്താണ് ചെയ്യേണ്ടത്, അതാ ധർമ്മത്തിൻ്റെ ഒന്നാമത്തെ പാദം. എൻ്റെ നിലനിൽപ്പിന് എങ്ങനെയുള്ള വാക്ക്, എങ്ങനെയുള്ള ചിന്ത, എങ്ങനെയുള്ള പ്രവൃത്തി വേണമെന്നാണ്. ചില വാക്ക് നമ്മളാണ് പറഞ്ഞാൽ വഴിക്ക് പോകാൻ പറ്റില്ല, കല്ലേറ് കിട്ടും. ചില വാക്ക് നമ്മൾ പറഞ്ഞാൽ കോടതി കയറേണ്ടി വരും. ചില പ്രവൃത്തി ചെയ്താൽ കോടതി കയറേണ്ടി വരും. ചില ചിന്തിച്ചാൽ ഈ ചിന്തകളും മറ്റുള്ളവർ അറിയുന്നുണ്ട്. കാരണം നമുക്ക് 2 ബോധമുണ്ട്, വ്യക്തിബോധവും എല്ലാവർക്കും കൂടി ഉള്ളതായ മഹാബോധം. ഞാൻ ഈ വ്യക്തിബോധത്തിൽ ചിന്തിക്കുന്നതൊക്കെ മറ്റുള്ളവരുടെ ഒക്കെ മഹാബോധത്തിൽ അറിയുന്നുണ്ട്. അപ്പം തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അത്
അവരുടെ വ്യക്തിബോധത്തിലേക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം. ചില ആളുകളെ കാണുമ്പോൾ എന്തോ അറിയില്ല, എനിക്ക് ആളെ ഇഷ്ടമല്ല, കാരണം ഇയാളെക്കുറിച്ച് വിപരീതമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ചിന്തകളും വാക്കും പ്രവൃത്തിയും കർമ്മങ്ങളാണ്. അതായത് എന്ത് തരം ചിന്തകളാണ്, എന്ത് തരം വാക്കാണ്, എന്ത് തരം പ്രവൃത്തിയാണ് ആണ് ഇതുകൊണ്ട് എൻ്റെ നിലനിൽപ്പിന് ഹാനികരമല്ലാതെ ഇരിക്കണം. അതാണ് ധർമ്മത്തിൻ്റെ ഒന്നാമത്തെ പാദം. ഞാൻ ചെയ്യുന്നതും ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പറയുന്നതൊന്നും എനിക്കെതിരാവരുത്. ഇപ്പം നാളെ ഒരാൾ പറഞ്ഞു, എനിക്ക് അയുക്തമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് പറഞ്ഞു, അയാൾ പറഞ്ഞാലും ശരി, ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല എന്ന്. അതായത് നമ്മൾ കല്ലിങ്ങനെ എറിഞ്ഞ് കളിക്കുകയാണ്, ആ സമയത്ത് അയൽക്കാരൻ്റെ വീട്ടിലേക്ക് ഒരു കല്ലേറ്, അതുപോലെ ഇപ്പോൾ ആ സംഭവം. അത് പറയേണ്ട ആവശ്യമില്ല. ഗുരുവിൻ്റെ നേരെ ഒരു കല്ലെറിഞ്ഞത് അതോടുകൂടി അവിടെ ശാപം വന്നു, ഗുരുത്തക്കേട് വന്നു കഴിഞ്ഞു, പിന്നെ മുന്നോട്ട് പോവില്ല. അപ്പോൾ ഒരു വാക്കിൽ പിഴവ് വരാൻ പാടില്ല. വാക്കും ചിന്തയും പ്രവൃത്തിയും എൻ്റെ നിലനിൽപ്പിന് ഹാനികരാവരുത്. അപ്പോൾ എൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ള വാക്കുകളും പ്രവൃത്തിയും ചിന്തകളും മാത്രമേ എന്നിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതാണ് ധർമ്മത്തിൻ്റെ ഒന്നാമത്തെ. ധർമ്മം എന്ന് പറയുന്നത് നിലനിൽപ്പാണല്ലോ. രണ്ടാമത്തെ എന്താണ്? എന്നെ ആശ്രയിക്കുന്നവരുടെ നിലനിൽപ്പിന് സഹായകരമായിട്ടുള്ള വാക്കും വിചാരവും പ്രവൃത്തിയും ഞാൻ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഒരിക്കൽ ഒരാളുടെ CD, ഒരു ഗുരുവിൻ്റെ പ്രഭാഷണം, ആ CD ഉള്ളവരൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ പറഞ്ഞു. സൗദിയിൽ ഒരു ഓർഡർ ഇട്ടു. ഈ ഓർഡർ കേണ്ട ഉടനെ ഒരാൾ ബൈക്ക് എടുത്ത് ഓട്ടിപ്പോയി. അയാളുടെ ഒരു സുഹൃത്തിൻ്റെ അവിടെ ഈ കാസറ്റുകൾ ഉണ്ടായിരുന്നു. അത് ഉടനെ അവരെടുത്ത് ചുട്ട് കരിച്ച് അവിടെയൊക്കെ ഹോളിവുഡിൻ്റെ കാസറ്റുകൾ നടത്തി വെച്ചു. ഉച്ചയ്ക്ക് ചേട്ടൻ 2 മണിയാകുമ്പോഴേക്കും പോലീസുകാർ വന്നു ആ സാമ്പിൾ കാസറ്റും കൊണ്ട്. എന്നിട്ട് ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും അകത്താവുമായിരുന്നു. ഭാഗ്യവശാൽ അയാൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ എന്നെ ആശ്രയിക്കുന്ന ആളുടെ സുരക്ഷിതത്വം കൂടി കണക്കിലെടുത്തുകൊണ്ടേ ഞാൻ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും പാടുള്ളൂ എന്നർത്ഥമാണ്. അതാണ് ധർമ്മത്തിൻ്റെ രണ്ടാമത്തെ പാദം. എന്നെ ആശ്രയിക്കുന്നവരുടെ നിലനിൽപ്പിനുള്ള ഉത്തരവാദിത്തം കൂടി എന്നിലാണ് നിക്ഷിപ്തമായിട്ടുള്ളതെന്നർത്ഥം. മൂന്നാമത്തെ എന്താണ്? എല്ലാവർക്കും നിലനിൽക്കാൻ ഈ അന്തരീക്ഷമാണ്, ഭൂമി അന്തരീക്ഷമൊക്കെയാണ്. അതിൻ്റെ നിലനിൽപ്പിന് ഹാനികരമായിട്ട് ഒന്നും ചെയ്യാതിരിക്കലാണ് മൂന്നാമത്തെ പാദം. നാലാമത്തെ എന്താണ്? ഏതൊന്നിൽ നിന്നല്ല എല്ലാം ഉണ്ടാവുന്നത്, ഏതൊന്നിലാണ് എല്ലാം നിലനിൽക്കുന്നത്, ഏതൊന്നിലെല്ലാം വിലയം പ്രാപിക്കുന്നത്. അതെന്താണ്? അതും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണ്? അതറിയലാണ് ബ്രഹ്മം. അറിയലാണ്. അപ്പോൾ ധർമ്മം എന്നുള്ളതിൻ്റെ നാലാമത്തെ അർത്ഥം ബ്രഹ്മം തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ധർമ്മശാസ്ത്രങ്ങളൊക്കെ ശുഗനെ പഠിപ്പിച്ചു. വേദവ്യാസ മഹർഷി പഠിപ്പിച്ചതിന് ശേഷം പിന്നെ ധർമ്മശാസ്ത്രം, അർത്ഥശാസ്ത്രം പഠിപ്പിച്ചു. അവനവൻ്റെ ജോലിയിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അതിലടങ്ങണം അവനവൻ്റെ ജീവിതം എന്നാണ്. എല്ലഭസേ നിജ കർമ്മ ഉപാത്തം വിത്തം തേന വിനോദയ ചിത്തം എന്നാണ്. എന്തൊന്നാണോ എൻ്റെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്നത് അതിൽ അടങ്ങണം എൻ്റെ ജീവിത ആവശ്യങ്ങളൊക്കെ എന്നാണ്. കുറച്ച് ലോൺ എടുത്ത് വേറൊരാളുടെ നിന്ന് കടമെടുത്ത് അങ്ങനെ പരിപാടി ഉണ്ടാവരുതെന്ന് അർത്ഥമാണ്. അത് കുറച്ച് മനസ്സിനൊരു ശമതമാദികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ധാരാളം മതി. പക്ഷേ മറ്റവരമാതിരി ആവണം എന്ന് പറഞ്ഞ് മിഥ്യാഭിമാനത്തിന് അടിമപ്പെട്ടിട്ടാണ് നമ്മളെല്ലാവരും ധനപരമായിട്ട് ക്ലേശിക്കാൻ കാരണം എന്നാണ് പറയുന്നത്, ശാസ്ത്രം പറയണം. അപ്പോൾ ആ അർത്ഥശാസ്ത്രവും പഠിപ്പിച്ചു. അതിനുശേഷം മോക്ഷശാസ്ത്രം പഠിപ്പിച്ചു. മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ജനിച്ചു, പലതും കണ്ടു, പലതും കേട്ടു, പലതും ഈ 5 ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ കണ്ണ് മൂക്ക് നാവ് ചെയ്തൊക്കെ കൊണ്ട് അനുഭവിച്ച് തന്നെ പിന്നെയും കേട്ട് കുറേ കഴിഞ്ഞ് മടുത്തു. പാട്ട് കേട്ട് മടുത്തു, സിനിമ കണ്ടു മടുത്തു, എല്ലാം മടുത്തു, ആഹാരം കഴിച്ച് മടുത്തു. അപ്പോൾ ചോദിക്കുകയാണ്, ഇനിയൊരു ജന്മെടുത്താൽ ഇവിടെ ഇതല്ലാതെ വല്ലതും അനുഭവിക്കാനുണ്ടോ എന്ന് ചോദിക്കാം. ഒന്നുമില്ല, അതൊക്കെ തന്നെ ആവർത്തിക്കാനേ പറ്റുള്ളൂ ഇനി ജന്മെടുത്താൽ. ഈ ജന്മം അല്ലാതെ വേറെ എവിടെയെങ്കിലും നമുക്ക് വല്ല അവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പ്രകാശത്തിൻ്റെ ആയിട്ടുള്ള ലോകങ്ങൾ പ്രകാശസ്വരൂപിയായ നമ്മളെ അക്ഷമരായി കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് അനന്തമായുള്ള ആനന്ദത്തിൻ്റെ അവകാശികളായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം അവിടെ ഉണ്ട്. അത് ഇവിടുന്ന് വിടണം, എന്നാലേ അവിടെ എത്താൻ പറ്റുള്ളൂ ആണ്. ജയിലിൽ കിടക്കുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വീടുണ്ടോ? ഓ ഉണ്ട്. എങ്ങനെയുണ്ട് വീട്? വീടൊക്കെ എയർ കണ്ടീഷൻഡാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ചുടുവെള്ളമുണ്ട്, തണുത്ത വെള്ളമുണ്ട്, ആഹാരം കഴിക്കാനൊക്കെ വകയുണ്ട്, ബാങ്ക് ബാലൻസ് ഇഷ്ടം പോലെ ഉണ്ട്, വലിയ ധനികനാണ്. എന്നിട്ട് എന്തേ ഇവിടെ ഈ കീറപ്പായിൽ വന്ന് കിടന്നിട്ട് പച്ചവെള്ളം ഈ ചപ്പാത്തിയും കഴിച്ച് ഇവിടെ കഷ്ടപ്പെടാൻ കാരണം? കർമ്മത്തിൽ അല്പം ഒരു പഴവ് വന്നുപോയി. അതാണ്. ഒരാളെ തർക്കിയുമ്പോൾ എന്തോ വഴക്ക് കൂടിയ സമയത്ത് ഒരൊറ്റ അടി കൊടുത്ത ആൾ മരിച്ചു. അതിനുശേഷം 20 കൊല്ലം ഇവിടെ കിടക്കാനാ ഉത്തരം. അപ്പം എൻ്റെ കർമ്മമാണ് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. ഇനി ഈ കർമ്മം തീരുന്നവരെ ഇവിടെ കഴിയണം.
അതുപോലെ നമ്മൾ പ്രകാശസ്വരൂപമായിട്ടുള്ളൊരു ആത്മാസ്വരൂപമാണ്. എങ്ങനെ ഈ ശരീരമാകുന്ന ജയിലിൻ്റെ അകത്ത് കടന്നുകൂടി? ശരീരത്തിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കിയാൽ ദേഹദൂഷം, ജഗദ്ദോഷ പ്രകരണം എന്ന് പറഞ്ഞ യോഗവാസത്തിൽ വായിച്ചാൽ അറിയാം ശരീരത്തിൻ്റെ സ്ഥിതി എന്താണ്. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒട്ടും താമസിക്കാൻ വിവേകിയായിട്ടുള്ള ഒരാൾ ഇഷ്ടപ്പെടില്ല. കഴിയുന്നത്ര വേഗം ഈ ജയിലിൽ നിന്ന് പുറത്ത് കടയാൻ എന്താ വേണ്ടതെന്നാണ്. അപ്പം എത്ര കൊല്ലം അലോട്ട്മെൻ്റ് ഉണ്ടോ അത്ര കൊല്ലം ഇനി മേലിൽ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരാത്ത വിധത്തിലാവാൻ എന്തൊക്കെയാണോ വേണ്ടത് അത് ആലോചിച്ചുകൊണ്ട് വേണം ബാക്കി കാലം കഴിയാനാണ്. അപ്പോൾ മഹാത്മാക്കളെ ദർശിക്കുക, സത്സംഗം നടത്തുക, ശ്രവണം ഉണ്ടാവുക ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവസാനം എൻ്റെ യഥാർത്ഥ സ്വരൂപം ആത്മാവാണ് ഞാൻ. ഈ ശരീരവും മനസ്സും ബുദ്ധിയൊന്നും ഞാനല്ല, ആത്മാവാണ് ഞാൻ. ആത്മാവിനെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും ബാധിക്കില്ല. അത് ആനന്ദസ്വരൂപം, ജ്ഞാനസ്വരൂപം, സ്വതന്ത്രസ്വരൂപമാണ്, സർവ്വവ്യാപിയാണ്. പഞ്ചഭൂതങ്ങളുടെ മേലെ അതീശ ശക്തിയുണ്ട്. അങ്ങനെയുള്ള ഒന്നാണ് വാസ്തവത്തിൽ ഞാൻ. പക്ഷെ ഇവിടെ പെട്ടുപോയല്ലോ. ജയിലിൽ കടന്ന് ജയിലിലെ ഒരു തമ്മിൽ സംസാരിക്കുന്ന മാതിരി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. കാരണം അതാണ് നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മം എന്നറിയേണ്ട മുമ്പിന് ആദ്യം അറിയേണ്ട അതാണ് പ്രധാനം പറയുന്നത്. അപ്പം അങ്ങനെ ഈ കർമ്മം തീരണം. തീർക്കുക എങ്ങനെയാണ്? 3 തരത്തിൽ ആ കർമ്മങ്ങൾ തീർക്കുക. ഒന്ന്, വിവേകപൂർവം വേണ്ടാന്ന് വെക്കുക. ഇപ്പോൾ ഒരു അൾസേഷൻ നായെ വളർത്തണം, 4 ആൾ കാണുമല്ലോ, എന്നിട്ട് അതിനെയും കൊണ്ട് അതിൻ്റെ കഴുത്തിൽ കയറിട്ടിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ അതിൽ നടക്കാൻ പോകുമ്പോൾ ആൾക്കാരൊക്കെ നോക്കുക. അതൊക്കെ ഒരു കുറച്ച് മേന്മയ്ക്ക് കാരണമാവുമല്ലോ. അതിനെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്തായി? നമുക്ക് എവിടെയും പോകാൻ വയ്യ. അതിന് തിന്നാൻ കൊടുക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം എല്ലാവർക്കും കൂടി എപ്പോഴും എവിടെയും പോകാൻ പറ്റില്ല. അത് മാത്രമല്ല, അതിനെയും കൊണ്ട് ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ ഏതെങ്കിലും ഒരാളെ ചാടിക്കടിച്ചു, ആരെന്തോ ഒരു വിക്രിയ കാണിച്ചു, അപ്പോൾ അതിന് പറ്റിയില്ല, അത് ചാടിക്കടിച്ചു. കടിച്ചു കഴിഞ്ഞാൽ അതിന് ഇഞ്ചക്ഷനുള്ള 4,000-5,000 രൂപയോളം കൊടുക്കണം. മാത്രമല്ല 10-20 ദിവസം അയാൾക്ക്, ഒരു മാസം അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല. ഒരു മാസത്തിന് ദിവസം 500 രൂപ വെച്ചിട്ട് 15,500 കൊടുക്കണം എന്ന് പറഞ്ഞു. 30,500 അതായത് 15,000 രൂപ കൊടുക്കണം എന്ന് ആൾ പറയുകയും ചെയ്യാണ്. നിവൃത്തിയില്ല, കൊടുക്കേണ്ടി വരിക. അതൊക്കെ മുൻകൂട്ടി ആലോചിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അവസാനം. ഇതുകൊണ്ട് ഗുണമല്ല, അവസാനം ദുഃഖവും ദുരിതവും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചെന്നാൽ വേണ്ടാന്ന് വയ്ക്കണം. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ എന്താ വെച്ചാൽ നീതിന്യായങ്ങളെ പേടിച്ചിട്ട് അയൽക്കാരൻ്റെ തൊടിയിൽ നല്ലൊരു മാങ്ങ പഴുത്തൊക്കെണ്ടായിരുന്നു. വേലി അപ്പുറം ചാടി പറിച്ചു കൊണ്ടുവന്നു. അതുപോലെ സെക്യൂരിറ്റിക്കാരൻ പോലീസിൽ വിളിച്ചു. പോലീസ് ഉടനെ എത്തി. എന്താന്ന് പറഞ്ഞു, ഞങ്ങളെ മാങ്ങ കട്ടുകൊണ്ടുപോയെന്ന് പറഞ്ഞു. കട്ടുകൊണ്ടുപോയതിപ്പോൾ 1,00,000 റുപ്യാണെങ്കിലും ഒരു മാങ്ങ ആയാലും ലോ ആൻഡ് ഓർഡർ ഒരേ മാതിരിയാണ്. പിടിച്ചു, അയാളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എല്ലാം കുറേ പെരുമാറി ഒക്കെ കഴിഞ്ഞ് അത് ആദ്യം ആലോചിക്കാമെന്ന് വെക്കാം. ഇതെങ്ങനെയൊക്കെ നീതിന്യായ വകുപ്പിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇതൊന്നും അല്ല സ്ഥിതി. ആ മാങ്ങ തിന്നുന്നേക്കാളും അധികം ദുഃഖമാണ് പിന്നെ അനുഭവിക്കേണ്ടി വരും. വേണ്ടാന്ന് വെക്കാം. അങ്ങനെ നമുക്ക് നീതിന്യായ വകുപ്പും തമ്മിൽ ബന്ധപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് അറിഞ്ഞിട്ട് വേണ്ടാന്ന് വെക്കുക. അത്ര വലിയൊരു രാജാതിരാജനെ പോലുള്ള ഒരാളുടെ മകളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം കർമ്മമാണ് ബന്ധിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റി? അപ്പം അതുകൊണ്ട് ഈ 3 വിധത്തിലാണ്. ഇത് 2 കഴിഞ്ഞു. മൂന്നാമത്തെ എന്താ വെച്ചാൽ മനസ്സിന് ഭയങ്കര വാശിയാണ്, അനുഭവിക്കാതെ വിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം, അത് പ്രാരബ്ധത്തിൻ്റെ അങ്ങേയറ്റത്തെ സംഗതികളാണ്. അത് മാത്രം അനുഭവിക്കുക. അനുഭവിക്കുന്ന സമയത്തും എങ്ങനെയാണ്? വളരെയധികം ഒരു തപസ് പോലെ ആയിരിക്കണം എന്നാണ്. ഐകാഗ്ര്യം പരമം തപ എന്നാണ്. ഏകാഗ്രതയാണ് പരമമായ തപസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്ന് അനുഭവിക്കുന്ന സമയത്ത്, ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന സമയത്ത് മുഴുവൻ അറ്റൻഷനോടുകൂടി അങ്ങേയറ്റം ഏകാഗ്രതയോടുകൂടി അത് കുടിക്കുകയാണ്. അപ്പോൾ ഒരു ചായ എന്ന് പറഞ്ഞാൽ ചായപ്പൊടി, പഞ്ചാര, പാല്, ഇത് 3 കൂടി കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ സ്വാദ്. ഇനി എത്ര പ്രാവശ്യം ഈ ചായ കുടിച്ചാൽ ഈ സ്വാദേ ഉള്ളൂ അനുഭവിക്കാൻ. അതുകൊണ്ട് ഇത് ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ല എന്ന് മനനം ചെയ്തുകൊണ്ട് വേണം ആ അനുഭവം അനുഭവിക്കാൻ. അങ്ങനെ നമുക്ക് നിർബന്ധമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ഇനി എത്ര പ്രാവശ്യമായാലും ഇത്ര ഇതിന് കിട്ടാനുള്ളൂ. ഒരു തിങ്കളാഴ്ച കുറച്ചും കൂടി മധുരം ഉണ്ടാവും ഈ ചായക്ക് എന്ന് പറയാൻ പറ്റില്ല. അത് പഞ്ചാര പായസമാണെങ്കിലും ശരി, അടപ്രഥമനായാലും ശരി, ഇത് ഇങ്ങനെ തന്നെയാണ്. എത്ര കാലം കഴിച്ചാലും ഈ സ്വാദ് ഇത്രയേ ഉള്ളൂ. അപ്പം അതിനുവേണ്ടി ഇനി നമ്മൾ വീണ്ടും ആവർത്തിച്ച് വരേണ്ട ആവശ്യമില്ല. കാരണം ഇതിനേക്കാളും അപ്പുറമുള്ള ഒരു കാര്യമുണ്ട് ഇരിക്കുന്നു. അതുകൊണ്ട് അപ്പം ഇങ്ങനെ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഐകാഗ്ര്യം തപസ്സായിട്ട് വേണം ഓരോന്നും അനുഭവിക്കാൻ എന്നാണ്. തപസ്സായിട്ട് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ ഏകാഗ്രതയോടുകൂടി അനുഭവിച്ച് കഴിയുമ്പോൾ ഭോഗം കഴിഞ്ഞാൽ അപവർഗമാണെന്നാണ് പറയുന്നത് പതഞ്ജലി മഹർഷി. ഭോഗാപവർഗങ്ങളാണ്. അതായത് എന്തെങ്കിലും ഒന്ന് അനുഭവിച്ച് കഴിയുമ്പോഴേക്ക് അതിൽ വൈരാഗ്യം വരുന്നുണ്ട്.
പക്ഷെ നമ്മളതിനെ ഓവർകം ചെയ്ത് പിന്നെയും ആവർത്തിച്ച് അഡിക്ഷൻ എന്ന് പറയില്ലേ, കള്ളുകുടി അഡിക്ഷൻ ആവുന്ന മാതിരി അഡിക്ഷൻ ആവുക. അല്ലെങ്കിൽ ഇത് ആവർത്തിക്കാൻ നമുക്ക് തോന്നില്ല. നമ്മളെ വിവേകം കൊണ്ടും ഏകാഗ്രത കൊണ്ടും ഇത് അനുഭവിക്കുമ്പോൾ മന്നം ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ അനുഭവിക്കുകയാണെങ്കിൽ പിന്നീട് വേണ്ടിവരില്ല, അതിൻ്റെ ഇനി അടുത്ത പടിയിലേക്ക് പോവാം എന്ന് മനസ്സ് തന്നെ സമ്മതിക്കും, മനസ്സ് തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെടും. അപ്പം അങ്ങനെയാണ് മൂന്നാമത്തെ അനുഭവം അനുഭവിക്കുക. അതുകൊണ്ട് മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ രണ്ടാമത് വരാതിരിക്കാൻ എന്തൊക്കെയാണോ വേണ്ടത് ആ വിവേകം കൊണ്ടും നിയമവകുപ്പ് അനുസരിച്ചും പിന്നെ നിവൃത്തിയില്ലാത്ത അനുഭവിക്കുമ്പോൾ ഏകാഗ്രം പരമന്തപ എന്നുള്ള നിയമപ്രകാരം അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വിടുതൽ കിട്ടും. വിടുതൽ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഈശാവാസ്യ ഉപനിഷത്തിലെ അവിദ്യ മൃത്യം തീർത്തുക എന്ന് പറയും. അവിദ്യ കൊണ്ട് മൃത്യുവിനെ ജയിച്ചിട്ട് എന്നാണ്. അവിദ്യ കൊണ്ട് എങ്ങനെ മൃത്യുവിനെ? അവിദ്യ എന്നുള്ളതിന് ആചാര്യസ്വാമികൾ ഭാഷ്യം എഴുതി കർമ്മം കൊണ്ട് എന്ന് പറയും. കർമ്മം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആഗ്രഹം അനുഭവിച്ച് തീർക്കാൻ എന്താണോ ചെയ്യേണ്ടത് അതാണ് കർമ്മം. അതാണ് അവിദ്യ എന്ന് പറയുന്നത്. ഈ അനുഭവിച്ച് തീർന്ന് ഇനി എനിക്ക് മതി, ഇതിനായിട്ട് ഇനി രണ്ടാമത് വരേണ്ട ആവശ്യമില്ല. രണ്ടാമത് വരണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മരിക്കേണ്ട ആവശ്യമില്ല. ജനിച്ചാൽ മരിക്കും. ജാതസ്യ ഹി ധ്രുവ മൃത്യു, ധ്രുവം ജന്മമൃതസ്ഥിത തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ചോദിതുമർഹസി എന്ന് പറയുന്ന മാതിരി ഇതിൽ അവസാനം ജനിക്കേണ്ട ആവശ്യം ഇതിനു വേണ്ടി എനിക്ക് ജനിക്കേണ്ട ആവശ്യമില്ല എന്ന് കർമ്മം കൊണ്ട് അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് മടുപ്പ് വരും. അതാണ് അവിദ്യ മൃത്യം തീർത്തുക. അവിദ്യ കൊണ്ട് മൃത്യുവിനെ ജയിക്കണം എന്ന് പറയും. അത് മൃത്യുവിനെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? പിന്നെ വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ട് കാര്യമില്ല. നടന്നു കഴിഞ്ഞാൽ പിന്നെയും മനസ്സ് പിടിച്ച് വിഷയങ്ങളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അവിദ്യ മൃത്യം നിർത്തുക. വിദ്യയ അമൃതം അശ്നുതയെന്നാണ്. വിദ്യ കൊണ്ട് അമൃതത്വത്തെ വരിക്കണം എന്നാണ്. അവിടെ വിദ്യ എന്നുള്ളതിന് ആത്മജ്ഞാനം തന്നെയാണ് അർത്ഥം കൊടുക്കുന്നത്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ അവിദ്യ ഉപാസിക്കുന്നവർ ഇരുട്ടിലും വിദ്യ ഉപാസിക്കുന്നവർ കൂരിട്ടിലും, അവിടെ അതിന് വേറെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ദേവതോപാസന എന്നാണ് വിദ്യയ്ക്ക് അർത്ഥം എന്ന് ആചാര്യസ്വാമികൾ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ അവിദ്യ കൊണ്ട് മൃത്യുവിനെ ജയിക്കണം എന്ന് പറഞ്ഞാൽ രണ്ടാമതിനു വേണ്ടി ജനിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അവസ്ഥയിൽ എത്തുകയാണ്. അനുഭവിച്ച് മടുപ്പ് വരുത്തണം. പിന്നിട്ട് വേണം വിദ്യ കൊണ്ട് അമൃത. എങ്ങനെ വിദ്യ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം എന്നർത്ഥം. ആത്മജ്ഞാനം എങ്ങനെ ഉണ്ടാവുക? ആത്മജ്ഞാനിയായിട്ടുള്ള ഒരാളിൽ നിന്ന് കേൾക്കണം, നീ ആത്മാവാണ്, നീ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല എന്ന് കേൾപ്പിക്കണം. അതിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ അത് ഉണർവുണ്ടാക്കും. നമ്മൾ ശ്രദ്ധിക്കും. അവർ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും. അവിടെ ഒരു സിംഹം ഉണ്ടായില്ല പോണ്ടട്ടോ എന്ന്, എന്ത് സിംഹം എന്ന് പറയുമ്പോൾ ഒരു ഗർജനം കേട്ട് കഴിഞ്ഞാൽ അത് വിശ്വസിക്കും വേണ്ടി. അപ്പോൾ അതുപോലെ ഒരു മഹാത്മാവ് ആത്മജ്ഞാനിയായിട്ടുള്ള ഒരാളിൽ നിന്ന് ശ്രവണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൽ അങ്ങ് ഏൽക്കും. സന്ധ്യാസമയത്ത് ആൾക്കാർ ഇങ്ങനെ നിറയെ നിൽക്കുന്നു. എന്താ? അവിടെ ഒരു പാമ്പ് കിടക്കും, വലിയ പാമ്പ് കിടക്കും. അപ്പം എന്താ ചെയ്യുക? വെളിച്ചുണ്ടെങ്കിലേ പാമ്പാണോ അല്ലേന്ന് അറിയാൻ പറ്റുള്ളൂ. അതുവരെ പാമ്പ് തന്നെ. അപ്പോൾ ഒരാൾക്ക് രണ്ട് മാർഗമുണ്ട്. ഒന്നിൽ വെളിച്ചം കൊണ്ടുവന്നിട്ട് അടിച്ചു നോക്കി പാമ്പല്ല കയറാന്ന് പറഞ്ഞാൽ അതിലങ്ങ് പോവാം ധൈര്യസമയത്ത്. അല്ലെങ്കിൽ ഗുരുവിനോട് ചോദിക്കുക. ഗുരു പറയാം അത് പാമ്പൊന്നുമല്ല, തോന്നുകയാണ്, വെറും കയറ് മാത്രമാണ്, ഞാൻ കണ്ടതാണ്. അപ്പോൾ ഗുരുവിൽ വിശ്വസിച്ചുണ്ടെങ്കിൽ ഒരൊറ്റ നടത്തങ്ങ് നടക്കും, സംശയം ഉണ്ടാവില്ല. ചിലവർക്ക് സംശയമാകും, ഗുരു ഇപ്പം അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ വിശ്വസിക്കുക, അഥവാ പാമ്പാണെങ്കിലോ എന്നൊക്കെ വിശ്വസിക്കും. അപ്പോൾ ഗുരുവിൽ അചഞ്ചലമായുള്ള വിശ്വാസമുള്ള ആളാണെങ്കിൽ ഒറ്റ നടത്താം, തട്ടിത്തെറിപ്പിച്ചങ്ങ് നടക്കും, ഒരു കുഴപ്പമില്ല. ഇതുപോലെയാണ് ഇപ്പോൾ ഈ ശ്രവണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചം ഉള്ളതല്ല, ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തിയൊന്നും ഇല്ലാത്തതാണ്. എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇതിൻ്റെ ഉപനിഷത്തിൽ അതിൻ്റെ വ്യാഖ്യാനം പറയും. ന അന്തഃപ്രജ്ഞം ന ബഹിപ്രജ്ഞം ന ഉഭയതപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം ന അപ്രജ്ഞം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാസ വിജ്ഞായ. ഇതാണ് വാസ്തവത്തിൽ അറിയപ്പെടേണ്ടത് എന്ന് പറയാണ്. ഇതാണ് ഗുരുപദേശം എന്ന് പറയുന്നത്. ഗുരു പറഞ്ഞുതരാണ്. ഇതൊന്നും ഇല്ലാത്തതാണ്. എങ്ങനെ ഗുരു ബോധിക്കുക എന്ന് പറയുമ്പോൾ ഗുരു പറയാണ്, നീ സ്വപ്നത്തിൽ ഒരാളെ വെട്ടിക്കൊന്നു, എന്നിട്ട് നിന്നെ പോലീസ് പിടിച്ച് തൂക്കാൻ വിളിച്ചിരിക്കുക, നാളെ തൂക്കി കൊല്ലാൻ വിളിച്ചിരിക്കുകയാണ്, നിന്റെ ബന്ധുക്കളൊക്കെ വന്ന് കെട്ടിപ്പിടിച്ച് കരയാണ്. ആ സമയത്ത് നീ ഉണർന്നു കഴിഞ്ഞാലോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? നീ ആരെങ്കിലും കൊന്നുണ്ടോ? ഇല്ല. നിന്റെ പേരിൽ ശിക്ഷ ഉണ്ടോ? ഇല്ല. ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. അവിടുത്തെ ദുഃഖവും അവിടെ ബന്ധുമിത്രാദികളെ പിരിയുന്നതിലുള്ള സങ്കടം ഒക്കെ വല്ല ഉള്ളതായിരുന്നു? ഒന്നുമില്ലാത്തതായിരുന്നു. എപ്പോഴാ ബുദ്ധി അത് ഉണർന്നപ്പോൾ ജ്ഞാതേ തത്വ. അതുപോലെ ഗുരു പറയാണ്,
അതുപോലെ ഈ ജാഗ്രത അവസ്ഥയും മറ്റൊരവസ്ഥയിലേക്ക് ഉണരുമ്പോൾ ഇല്ലാത്തതാണെന്ന് ബോധ്യം വരുന്നു. നമ്മളെത്രയോ ജന്മജന്മാന്തരങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് ഈ കർമ്മത്തിന് വേറൊരു ജന്മം എടുക്കണം, ആ ജന്മത്തിന് വേറൊരു കർമ്മം എടുക്കണം, ആ കർമ്മത്തിന് വേറെ ജന്മം ഇങ്ങനെ പോവുകയാണെന്നൊക്കെ പറയാം. പക്ഷേ ഉണർന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഇല്ലാത്ത തോന്നലുകളായിരുന്നു എന്ന് ബോധ്യം വരുന്ന പറയുന്നത്. ജ്ഞാതേ തത്വേ തത് ത്വം, അത് നീയാണ്. ഏത്? ഇതൊന്നും അല്ലാത്ത ഒരവസ്ഥയുണ്ട്, അതാണ് നീ എന്ന് എപ്പോഴാണോ തിരിച്ചറിയുന്നത് ആ സമയത്ത് ബോധ്യം വരും. സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ സ്വപ്നലോകം ഇല്ലാത്തതായിരുന്നു, അവിടുത്തെ സുഖവും ദുഃഖവും നീതി ന്യായങ്ങളൊക്കെ ഇല്ലാത്തതായിരുന്നു എന്ന് ബോധിക്കുന്നത് പോലെ ഈ ജാഗ്രത അവസ്ഥയിലും ഒരവസ്ഥയിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ ഇതും ഇല്ലാത്തതാണെന്ന് ബോധ്യം വരും. അതേതാണ് ആ അവസ്ഥ എന്ന് പറയുമ്പോഴാണ് ജാഗ്രത, സ്വപ്നം, സുഷുപ്തി മൂന്നവസ്ഥയെ. സ്വപ്നത്തിൽ ജാഗ്രത ഇല്ല, ജാഗ്രതയിൽ സ്വപ്നമില്ല, സുഷുപ്തിയിൽ ഇത് രണ്ടുമില്ല. അപ്പോൾ മൂന്നും ഇല്ലാത്തതെന്ന് അർത്ഥമാണ്. പക്ഷേ ഉള്ളതൊന്നുണ്ട്. എന്താണ്? അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതായുള്ള ഞാൻ. ജാഗ്രതയിലെ എല്ലാ അനുഭവങ്ങളും കണ്ടതിന് ശേഷം സ്വപ്നത്തിലുള്ള അനുഭവം കണ്ടു, ജാഗ്രതയിൽ വന്ന് പറയാണ് ഞാനൊരു സ്വപ്നം കണ്ടു, അങ്ങനെ. അപ്പോൾ ഈ കണ്ട ആൾ ജാഗ്രതയിലും സ്വപ്നത്തിലും ഉള്ള ആളാണ്, ഒരാളേ ഉള്ളൂ. പിന്നെ സുഷുപ്തിയിലൊന്നും ഇല്ലാത്ത അവസ്ഥ ഇങ്ങനെ കണ്ടാസ്വദിച്ചു. ജാഗ്രത, സ്വപ്ന, സുഷുപ്തി മാറി മാറി വരുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരു ഞാനുണ്ട്, അത് തുര്യൻ, നാലാമൻ. മൂന്നിനെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ആളാവുകൊണ്ട് നാലാമൻ എന്ന് പറയുന്നു അതിനൊന്നും മാത്രം. അപ്പോൾ അതാണ് സ ആത്മാ സവിജ്ഞേയ, അതാണ് ആത്മാവ് എന്ന് പറയുന്നത്. ഏതൊന്നാണോ ജാഗ്രത സ്വപ്ന സുഷുപ്തം അവൈതി, ഏതൊന്നാണോ ജാഗ്രത സ്വപ്ന സുഷുപ്തി മുതലായവയെ അറിയുന്നത്, തദ് ബ്രഹ്മം, അതാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. നിഷ്കളം, ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അഹം, അത് ഞാനാണ്, അതാണ് ഈ ഞാൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഭൂതസംഘം, അല്ലാതെ ഈ കാണപ്പെടുന്നതൊന്നുമല്ല. കാണപ്പെടുന്നത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളാണ്. കാണപ്പെടുന്നത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ, ഇതൊക്കെ കാണപ്പെടുന്നതാണ്. ഹബ്ബിളിൽ കൂടി നമ്മുടെ മാക്സ് പ്ലാങ്ക് ക്വാണ്ടം ഫിസിക്സിൻ്റെ ആൾ നോക്കിയ സമയത്ത് കോടാനുകോടി ഗാലക്സീസ് കണ്ട സമയത്ത് അദ്ദേഹത്തിന് അമ്പരപ്പ് തോന്നി. എന്താ അതിൻ്റെ അർത്ഥം? എവിടുന്ന് അത് തുടങ്ങി, എവിടെ അത് അവസാനിക്കുക, എന്തിനു വേണ്ടി അതൊക്കെ? ഞാനെന്ന് പറഞ്ഞാൽ എന്താണ് ആലോചിച്ചിട്ട് അമ്പരന്ന് യാതൊരു രക്ഷയില്ലാതെ അവസാനം അയാൾ ഒരു ലേഖനം എഴുതിയതിൽ പറയാണ്, ഇങ്ങനെ വിഷണ്ണനായിരുന്ന സമയത്ത് ഉപനിഷത്തിലെ 2 വാക്കാണ് എൻ്റെ സമാധാനത്തിന് വേണ്ടി എത്തിച്ചേർന്നതെന്നാണ്. എന്താണ്? ഒന്ന് ദൃഷ്ടാവ്, 2 ദൃശ്യങ്ങൾ. ഞാൻ ഈ ഹബ്ലറിൽ കൂടെ നോക്കിക്കാണുന്ന മുഴുവനും അനന്തകോടി ഗാലക്സീസൊക്കെ, നക്ഷത്ര സമൂഹങ്ങളൊക്കെ ദൃശ്യങ്ങളാണ്. അതുണ്ടായതാണ്, കുറച്ചു കാലം നിലനിൽക്കും, പിന്നെ ഇല്ലായ്മയെ പ്രാപിക്കും. എന്നെ അപ്പോഴും അതുണ്ടാവുന്നതിന് മുമ്പും ഉള്ള സമയത്ത് അതിനെ കണ്ടുകൊണ്ടിരിക്കുകയും ഇല്ലാത്ത സമയത്ത് ഇല്ലായ്മയെ കണ്ടുകൊണ്ടിരിക്കുന്നതായ ദൃഷ്ടാവായ ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, ഇനി ഇല്ലാതിരിക്കുകയുമില്ല എന്നുള്ളതാണ്. ശാശ്വത വസ്തുവാണ്. അതിന് കാലില്ല, ദേശമില്ല, അഹന്തല്ല, മമതല്ല, അതുകൊണ്ട് മുഷിപ്പുമില്ല. ഹിമാലയത്തിലൊക്കെ 60 കൊല്ലം 45 കൊല്ലമായിട്ട് ഇരിക്കുന്ന യോഗിമാരെ കാണാറുണ്ട്. കാണുമ്പോൾ എത്ര കൊല്ലമായി, കിത്തനെ സാൽ ഹുയി ഭഗവാൻ ആപ്പിതർ ധാനസേ എന്ന് വെച്ചാൽ 60 കൊല്ലം 54 കൊല്ലം എന്നൊക്കെ അവർ പറയും. ഇത്രയും കൊല്ലം അവിടെ വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് മടുപ്പ് വരില്ലേ? മടുപ്പ് വരാതിരിക്കാൻ കാരണം എന്താണ്? മടുക്കാൻ കാരണം കുറേ സമയമല്ലേ ഇയാളിങ്ങനെ പറയണം, മടുത്തു, അല്ലെ ഇത് തിന്നിട്ട് എന്നോട് അയാൾ ഇങ്ങനെ ഒക്കെ സംസാരിച്ചല്ലോ, എനിക്ക് അയാളെ കാണണേ വെറുപ്പാണ്. അപ്പോൾ കാലത്തെയും ദേശത്തെയും അഹന്തയും മമതയും ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ നമുക്ക് സുഖവും ദുഃഖവും പേടിയും സന്തോഷവും അല്ലെങ്കിൽ ഈ മുഷിപ്പും ഒക്കെ ഉണ്ടാവുള്ളൂ. ഈ 4 ഘടകങ്ങളും ഇല്ലായ്മയെ പ്രാപിച്ചു കഴിഞ്ഞാൽ എവർ ഫ്രഷ് എന്നാണ്. പ്രണവം, എന്നും പുതുമ പാടാത്ത, ഒരിക്കലും മടുക്കാത്ത എന്നർത്ഥമാണ്. മടുപ്പ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നാണ് പറയുന്നത് അവിടെ. കാരണം മടുക്കുക എന്ന് പറഞ്ഞാൽ കാലം, ദേശം, അഹന്തയും മമതയുമാണ്. ഈ 4ൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നു. നമുക്കും ആ അനുഭവമുണ്ട്. ഉറക്കത്തിൽ സുഷുപ്തിയിൽ പോയാൽ കാലമില്ല, ദേശമില്ല, അഹന്തയില്ല, മമതയില്ല. ആ സമയത്ത് നമുക്കൊരു മടുപ്പുമില്ല, എത്ര മണിക്കൂർ ഉറങ്ങിയാലും ഒരു രക്ഷയില്ല. പക്ഷെ പ്രകൃതി എന്താണ്? നമ്മുടെ ഈ പലതരത്തിലുള്ള വിസർജന അവയവങ്ങളിലും സാധനങ്ങളൊക്കെ നിറച്ചിട്ട് അത് അതിൻ്റെ സമയമാകുന്ന സമയത്ത് തട്ടിയുണ്ട് ഉണർത്തുകയാണ്. അപ്പം അതിനു വേണ്ടി പോവുക. അല്ലെങ്കിൽ നമ്മൾ ആ സുഷുപ്തിയിൽ ഇങ്ങനെ കണ്ടിന്യൂ, എത്ര കാലമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് മഹർഷിമാർ ഈ മഹാത്മാക്കളൊക്കെ ഹിമാലയത്തിൻ്റെ ഗുഹയിലിരിക്കുമ്പോൾ ചിലവർ അല്പാഹാരം കഴിക്കുന്നവരുണ്ട്, ചിലവർ തീരെ ആഹാരം കഴിക്കാത്തവരുണ്ട്. ആഹാരം കഴിക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ, എത്ര പ്രോട്ടീൻ കഴിക്കണോ അത്ര പ്രോട്ടീൻ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയണം. അപ്പോൾ ഈ ഹാളിൽ 5000 ആൾക്കാർക്ക് സ്ഥലം ഉണ്ടെന്ന് വയ്ക്കുക, ഒരു 2000 ആൾക്കാർ പുതുതായി വന്നു. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? നിങ്ങളൊരു 2000 ആൾക്കാർ കേട്ടവരൊക്കെ ഒന്ന് പുറത്ത് പോകണം, കേൾക്കാത്തവരൊന്ന് അകത്ത് കയറട്ടെ. അതുപോലെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ
പ്രോട്ടീൻ എത്ര കഴിക്കുന്നോ അത്ര നമ്മളെ ശരീരത്തിൽ നിന്ന് പ്രോട്ടീൻ കളയണം. കളഞ്ഞിട്ട് അവിടെ വേണം അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ. അപ്പോൾ പ്രോട്ടീൻ കഴിക്കുന്നില്ലെങ്കിലോ പ്രോട്ടീൻ്റെ ആവശ്യമില്ല. വെള്ളം ആകാശത്ത് നിന്ന് കിട്ടും, അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളം, അന്തരീക്ഷത്തിൽ ഈർപ്പുണ്ടല്ലോ, അത് വലിച്ചെടുക്കാനുള്ള കഴിവ് നമ്മളെ സ്കിന്നിനുണ്ട്, നമ്മളെ ത്വരിക്കുണ്ട്. പാമ്പ് കടിച്ച് കിഡ്നി രണ്ടും പഞ്ചറായി കഴിഞ്ഞാൽ 80 കോടി സുഷിരങ്ങളിൽ കൂടി വേർപ്പ് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. എത്ര മൂത്രം പോകണം അത്ര തന്നെ വേർപ്പ് ഗന്ധി കൂടെ പോകും പുറത്തേക്ക് അത്ര കളയാൻ കഴിയുമെങ്കിൽ അത്ര അന്തരീക്ഷം വലിച്ചെടുക്കാനും ഈ തൊലിക്ക് കഴിയുന്ന അർത്ഥമാണ്. അപ്പോൾ വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനർജി എവിടുന്നാണ് കിട്ടുക? നമ്മൾ ആഹാരത്തിൽ കൂടിയാണ് സൗരോർജം സമ്പാദിക്കുന്നത്. 23-25% സൗരോർജമാണ് നമുക്ക് ആഹാരത്തിൽ കൂടി കിട്ടുന്നത്. നേരെ മറിച്ച് അവരങ്ങനെയല്ല. അവരുടെ പ്രാണമയ ശരീരത്തിൻ്റെ കമ്പനം, ഈ ഫോട്ടോണിക് എനർജി, അതായത് സൗരോർജത്തിൻ്റെ വേവ് ലെങ്ത് എത്രയാണോ അതേമാതിരി ഇത് ആക്കാനുള്ള ടെക്നിക്ക് ഉണ്ട് അവരുടെ അടുത്ത്, മന്ത്രം കൊണ്ടോ വിചാരം കൊണ്ടോ ഒക്കെ. അതുണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് സൗരോർജം 100% പ്രവേശിക്കും പ്രാണമയ കോശത്തിലേക്ക്. നമ്മൾ റേക്കിക്കാരൊക്കെ ബയോപ്ലാസ്മിക് എനർജിസ്റ്റ് എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ റേക്കി കൊടുത്തിട്ടാണല്ലോ. ഒരാൾക്ക് ദൗർബല്യം ഉണ്ടെങ്കിൽ അത് രോഗമായിട്ട് ഭവിക്കുന്ന സമയത്ത് റേക്കി കൊടുത്താൽ രോഗം മാറുമെന്ന് പറയും. കാരണം ഈ പ്രപഞ്ചത്തിലെ വിശ്വപ്രാണനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് സൗരോർജം 100% അവർക്ക് നേരിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല. പ്രാണവാതകം ശ്വാസത്തിൽ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അവർക്ക് എന്തിനാ ആഹാരം കഴിക്കണം? ഹിമാലയത്തിൽ പോയാൽ വളരെ ഉയരത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കയറിപ്പോകാൻ കഴിയാത്ത അത്ര ഉയരത്തിൽ ഈ ഹെലികോപ്റ്ററിൽ വന്നിട്ട് അവിടെ ഓരോ സോളാർ ലൈറ്റ് ഘടിപ്പിച്ചിട്ടുണ്ടാവും. സോളാർ ലൈറ്റ്. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നീല നിറത്തിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ ലൈറ്റുകൾ കാണും. അപ്പോൾ അവിടെയൊക്കെ മഹാത്മാക്കൾ, ആഹാരമില്ലാത്തവർ, ഒരു വസ്തുവും വേണ്ടാത്തവർ, കാലദേശാതീതമായിട്ടുള്ള പ്രജ്ഞ ഉണർന്നവർ, അഹന്ത മമത കാലം ദേശാതീതമായിട്ടുള്ള അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നവർ ഇരിക്കുകയാണ് നിത്യത്വത്തിൽ. അതായത് ദൃഷ്ടാവ് മാത്രമായിട്ട് ദൃശ്യപ്രപഞ്ചങ്ങളൊക്കെ കണ്ടുകൊണ്ട് അതൊന്നും ബാധിക്കാത്ത ഒരവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നതായ അവരുടെ അവസ്ഥ. അതാണ് പരമമായിട്ടുള്ള നിർവ്വാണാവസ്ഥ. നിർവ്വാണം എന്ന് പറഞ്ഞാൽ, വാണെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമാണ്. എന്തെങ്കിലും ഒരു സാധനം ചെയ്യണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ വേണമല്ലോ. അത് ഒന്നും ചെയ്യാനില്ല ഇവിടെ, ഒന്നും കിട്ടാനില്ല ഇവിടെ, ഒന്നും അനുഭവിക്കാനില്ല ഇവിടെ. ഇഷ്ടങ്ങളില്ല, അനിഷ്ടങ്ങളില്ല, ശരിയില്ല, തെറ്റില്ല, വിധിയില്ല, നിഷേധമില്ല, കർത്തവ്യമില്ല, ഭോക്തവ്യമില്ല, പ്രാപ്തവ്യമില്ല. ആ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്ന സമയത്ത് അവർ വെറും ദൃഷ്ടാവായിട്ട് മഹാമായയുടെ ഈ അനന്തവിലാസങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൃഷ്ടാവാണ്. ആ ദൃഷ്ടാവിനതൊന്നും ബാധിക്കില്ല. നമ്മൾ ദൃശ്യങ്ങളിലാണ്. ദൃശ്യങ്ങൾ വാസ്തവത്തിൽ നമ്മളും വാസ്തവത്തിൽ ദൃഷ്ടാവാണ്. പക്ഷേ നമ്മൾ തെറ്റായിട്ട് ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ്, ഞാൻ ബുദ്ധിയാണെന്ന് വിചാരിച്ചു പോയി. അപ്പോൾ അവിടെ ഒരു തിരുത്ത് വേണം. തിരുത്ത് ആരാ പറഞ്ഞിട്ടുണ്ട്? ആത്മജ്ഞാനിയായിട്ടുള്ള ഒരാൾ, ദൃഗ്സ്വരൂപം വ്യക്തമായിട്ടുള്ള അനുഭവസിദ്ധനായിട്ടുള്ള ഒരാൾ വേണം നമ്മളോട് പറഞ്ഞു തരാൻ. പറഞ്ഞു തന്നാൽ അത് ഉള്ളിലേൽക്കും. ഒരു ഹിപ്നറ്റൈസർ വന്നിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങാൻ പോകണമെന്ന് പറഞ്ഞാൽ ഉടനെ ഉറങ്ങും നമ്മൾ. അല്ലാത്ത ഒരാൾ നിങ്ങൾക്ക് ഉറക്കം വരും എന്ന് പറഞ്ഞാലോ നമ്മളയാളെ ആട്ടി പറഞ്ഞേക്കാം. അപ്പം അതുപോലെ മഹാത്മാക്കളായിട്ടുള്ള ഒരാൾ, ആ മണ്ഡലത്തിലിരിക്കുന്നതായുള്ള ദൃക്മണ്ഡലത്തിലിരിക്കുന്ന ഒരാൾ, ദൃശ്യമാണ് ഞാൻ തെറ്റിദ്ധരിച്ച് നടക്കുന്ന ഒരാളെ മെല്ലെ ഒന്ന് തട്ടി ഉണർത്താൻ അവർ വിചാരിച്ചാൽ സാധിക്കുന്നതാണ്. അതിനുള്ള ഒരു യോഗ്യത നമ്മൾ സമ്പാദിച്ചിരിക്കണം ആദ്യം തന്നെ എന്നർത്ഥമാണ്. കാരണം പരമമായിട്ടുള്ളൊരു ആഗ്രഹത്തിന് അടിമപ്പെട്ട് ആ ആഗ്രഹത്തിൽ ഭ്രാന്തി പിടിച്ച് ഓടുന്ന സമയത്ത് ആരെന്ത് പറഞ്ഞാലും ഉള്ളിൽ കിടക്കില്ല. പറഞ്ഞാലും ഉള്ളിൽ കിടക്കാവുന്ന ഒരു പ്രായത്തിൽ നമ്മൾ എത്തിക്കണം നമ്മളെ. എന്നിട്ട് വേണം അവിടെ ചെല്ലാൻ. ഇപ്പോൾ ബസ് ഭയങ്കര സ്പീഡിൽ ഓടുമ്പോൾ അതിൽ കയറാൻ പറ്റില്ലല്ലോ. ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് തന്നാലല്ലേ കയറാൻ പറ്റുള്ളൂ. അതുപോലെ മഹാത്മാക്കളുടെ ഈ ശ്രവണം, അവരിൽ നിന്ന് ശ്രവണം ഉണ്ടാവാൻ, അതൊന്ന് കേൾക്കാനും അത് ശ്രദ്ധിക്കാനുള്ളതായ ഒരു പാകത, ഒരു മെച്യൂരിറ്റി എന്ന് പറയും, അത് നമുക്ക് വരണം, എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സന്ദർഭമാണ് ഭാഗവതം നമ്മളെ മുമ്പിൽ കാഴ്ചവെച്ച് തരുന്നത്. അപ്പോൾ അങ്ങനെ ഈ 4 ശാസ്ത്രങ്ങളും വേദവ്യാസൻ അദ്ദേഹത്തെ പഠിപ്പിച്ചതിന് ശേഷം, മോനെ എനിക്ക് കഴിയാത്ത, എൻ്റെ ജ്ഞാനമണ്ഡലം പൂർണ്ണമല്ല, വിവാഹം കഴിക്കാത്തതുകൊണ്ട്, അതുകൊണ്ട് നീയെങ്കിലും വിവാഹം കഴിക്കണം എന്ന് പറയാണ്. ആ സമയത്ത് അദ്ദേഹം പറയാണ്, ശുഗൻ പറയാണ്, അച്ഛൻ ഇത്രയും പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ ഇപ്പം പറഞ്ഞതിൽ നിന്ന് എനിക്കൊരു കാര്യം വെക്കാതെ അച്ഛനത് വേണ്ടതുപോലെ ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ശാസ്ത്രം വേണ്ടതുപോലെ അച്ഛന് മനസ്സിലായിട്ടില്ല, ബോധ്യമായിട്ടില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് അച്ഛനൊന്നും കൂടി ശാസ്ത്രങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കൂ എന്നാണ് പറയുന്നത് മകൻ. മക്കളെതിര് പറഞ്ഞാൽ, അഹങ്കാരം പറഞ്ഞാൽ ബുദ്ധിയുള്ള അച്ഛന്മാരൊന്നും പിന്നെ ദേഷ്യപ്പെടാനൊന്നും നിൽക്കില്ല. വേദവ്യാസം പറഞ്ഞു, നന്നായി മോനെ, ഇത്രയും തേജസ്വിയായിട്ടുള്ള ഒരു പുത്രൻ എനിക്കുണ്ടായാലും ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ചില സംശയം ഉണ്ട്, അത് നീ നിവർത്തിച്ചു തരണം. എന്താ സംശയം എന്ന് ചോദിച്ചു. അപ്പോൾ ജനകരാജാവ് വിദേഹമുക്തനാന്ന് പറയുന്നത്, വിദേഹമുക്തൻ എന്ന് പറഞ്ഞാൽ ദേഹാതീതമായുള്ള പ്രജ്ഞ ആണ്.
ഓടുകൂടിയ ആളാണ്. പക്ഷെ അദ്ദേഹം രാജ്യവും ഭരിക്കുകയും ചെയ്യുന്നു. അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല എന്നുള്ളത്. ശുഗൻ പറയും അത് അദ്ദേഹത്തിൻ്റെ ആളുകളെ ഭ്രമിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് ഞാൻ മനസ്സിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ്. പോയി അവിടെ ചെന്ന് തമ്മിലുള്ള സംഭാഷണമൊക്കെ ഉണ്ടാക്കി പറഞ്ഞാൽ നമ്മളെ വിഷയത്തിലേക്ക് വരാൻ പറ്റില്ല. അവിടെ ചെന്നു. അപ്പോൾ ജനകൻ മനസ്സിലായി ഇയാൾ വരുന്നുണ്ടെന്ന്. എന്തിനാ പറഞ്ഞയച്ചതെന്ന് മനസ്സിലായി. അതുകൊണ്ടൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഓടി ഗേറ്റ്മാൻ്റെ അടുത്ത് ചെന്നു. ഗേറ്റ്മാൻ ചോദിച്ചു എന്താ വേണ്ടതെന്ന്. എനിക്ക് രാജാവിനെ കാണുന്നത്. എന്തിനാന്ന് ചോദിച്ചു. തർക്കിക്കാനാന്ന് പറഞ്ഞു. എങ്കിൽ എന്നോട് തർക്കിച്ച് ജയിച്ചാലേ ഞാൻ അകത്തേക്ക് വിടുള്ളൂ എന്ന്. അപ്പോൾ തർക്കിച്ചോളം പറഞ്ഞു. അങ്ങനെ ഇയാൾ കുറേ ചോദ്യം ചോദിച്ചാൽ ഈ കുട്ടി ഉത്തരമൊക്കെ പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഈ കൊച്ചു കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്, എന്ത് കേട്ടാലും ബയാറ്റ് പഠിക്കും. ആര് ചോദിച്ചാലും അങ്ങനെ തന്നെ പറയും ചെയ്യും. ഈ പഠിച്ചത് ഈ പറയുന്നത് എന്താണെന്ന് അവർക്കറിയില്ല. അതുപോലെയാണ് ഇപ്പോൾ നിൻ്റെ അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം എല്ലാം കൂടി ഒരു ആഖ്യാനായിട്ട് പറയുന്നു. അപ്പോൾ ആൾ ജീവൻ്റെ ഒരു മനോഹര സങ്കല്പമായിരുന്നു അത്. അതങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറവുകാരൻ പറഞ്ഞു നിൽക്ക് കിട്ടോ, ഞാൻ ഇപ്പം രാജാവിനോട് ഇന്ന് പറയാമെന്ന്. രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു അല്ലയോ മഹാരാജ, അങ്ങ് ജ്ഞാനമാകുന്ന തേന് നിറഞ്ഞിരിക്കുന്ന ഒരു താമരപ്പൂവാണ്. ഇത് മതിയാവോളം പാനം ചെയ്യാൻ യോഗ്യനായിട്ടുള്ള ഒരു ഭ്രമര, ഒരു വണ്ട് പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ള സംയോഗം കണ്ട് ആസ്വദിക്കാൻ അടിയൻ ഇനി എത്ര അക്ഷമനായി കാത്തിരിക്കണം എന്ന് ഉണർത്തിച്ചാലും എന്ന് പറഞ്ഞു. ഞാൻ വിളിക്കാം അവിടെ നിൽക്കാൻ പറയുന്നു. ഓടി വന്നു. ഇപ്പം വിളിക്കട്ടോ എന്ന് പറഞ്ഞു. 7 ദിവസം അവിടെ നിർത്തി. 7-ാം ദിവസം പറഞ്ഞു ഏതൊരു കുട്ടി വന്നു എന്നല്ലേ ഗേറ്റ് തുറന്നു കൊടുത്ത് അകത്ത് നിൽക്കാൻ പറയുന്നു. ഗേറ്റ് തുറന്ന് അകത്തുനിന്നു. അവിടെ ഈ 7 ദിവസം നിന്നു. പിന്നെ പറഞ്ഞു ഒരു വിരുന്നുകാരൻ വന്നാലേ അന്തപുരത്ത് കൊണ്ടുപോയി ആഹാരം കൊടുക്കുക, കലാപരിപാടികളൊക്കെ കാണിക്കുക, അങ്ങനെ സൽക്കരിക്കുന്നു. അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ സൽക്കരിച്ച സമയത്ത് 21-ാം ദിവസം മന്ത്രിയെ വിളിച്ചു എങ്ങനെ ഉണ്ടാക്കി കുട്ടീന്ന്. അവൻ പുറത്ത് നിന്നപ്പോഴും അകത്ത് നിന്നപ്പോഴും അന്തപുരത്തിൽ വന്നിട്ട് ഈ കലാപരിപാടിയും ആഹാരം ഭോജനങ്ങളൊക്കെ കൊടുത്തിട്ടും അപ്പോഴൊന്നും അയാൾ ഇവിടെയല്ല, വേറെ എവിടെയോ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ബോധം. വല്ലാത്തൊരു അത്ഭുതമായിട്ടുള്ള കുട്ടിയാന്ന്. എന്നാൽ വിളിക്കുകയെന്ന് പറഞ്ഞു. വിളിച്ചു. രാജസദസ്സ് കൂടി. എന്താ വന്ന് ആരാന്ന് വെച്ചു. ഞാൻ ശുഗനാണ്, വേദവ്യാസ മഹർഷിയുടെ പുത്രനാണ്. എന്തിനാ വന്നത്? എനിക്കിവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അച്ഛനൊരു സംശയം. ആ സംശയം എനിക്കില്ല, അച്ഛനൊരു സംശയം. വിധേയമുക്തനായിട്ടുള്ള അങ്ങ് രാജ്യം ഭരിക്കുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചറിഞ്ഞ് എല്ലാം പറഞ്ഞു. എനിക്ക് ചോദിച്ചറിയേണ്ട ആവശ്യമില്ല, പക്ഷേ അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജനക മഹാരാജാവ് പലതൊക്കെ പറഞ്ഞു നോക്കി. പണ്ട് അങ്ങനെ വിധേയമുക്തരാന്ന് പറഞ്ഞിട്ടുള്ള മഹാചക്രവർത്തിമാരുടെ കഥകളും കലാകാരന്മാരുടെയൊക്കെ കഥകൾ പറഞ്ഞു നോക്കി. അതൊന്നും ഇയാൾ അതേ കഥകൾ വെച്ച് അതിനൊക്കെ ഖണ്ഡിക്കരുത്. അങ്ങനെ ചോദ്യം ചോദിച്ച് ഇയാൾ പറഞ്ഞ് ശുഗന് അറിയാവുന്ന ശാസ്ത്രമൊക്കെ തീർന്നു എന്ന് ബോധ്യമായി, കാലിയായി. അപ്പോൾ ചോദിച്ചു എത്ര വയസ്സായി എന്ന്. അപ്പം എത്ര വയസ്സായി എന്ന് പറഞ്ഞു. ഇത്ര വയസ്സ് വരെ എന്തൊക്കെ ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അത് വെച്ചിട്ടല്ലേ ഇപ്പം അങ്ങ് സംസാരിക്കുന്നു. വിദേഹമുക്തന് രാജ്യം ഭരിക്കാൻ കഴിയില്ല. ഇനി കുറേം കൂടെ വയസ്സാവുമ്പോൾ ഇത് തന്നെയാണോ പറയാനുണ്ടാവുക എന്ന് ചിന്തിക്കാനുള്ള വിവേകം കൂടി നഷ്ടപ്പെട്ടിരിക്കുന്ന നഷ്ടാത്മാവല്ലേ അങ്ങെന്ന് വെച്ചു. അവിടെ പിന്നെ ഒന്നും മിണ്ടാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം തോറ്റമാരേ. പിന്നെ അദ്ദേഹം അങ്ങോട്ട് ചോദിക്കുക ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഇനി അവസാനം പോരുന്ന സമയത്ത് ഉപദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജ്ഞേയമായിട്ടുള്ളതെല്ലാം അറിഞ്ഞ് പരിപൂർണമായിരിക്കുന്ന മനസ്സിന് വിശ്രാന്തിയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീരാമേന്ദ്രൻ വൈരാഗ്യപ്രകരണമൊക്കെ പറഞ്ഞു തീർന്നപ്പോൾ വിശ്വാമിത്ര മഹർഷി പറയാണ് ശ്രീരാമൻ അറിയേണ്ടതൊക്കെ അറിഞ്ഞു, ജ്ഞാനം പരിപൂർണമാണ്, പക്ഷെ വിശ്രാന്തി വന്നിട്ടില്ല, അടക്കം വന്നിട്ടില്ല. അതുകൊണ്ട് അതാ ഇനി വരേണ്ടത്. അതിന് വസിഷ്ഠ മഹർഷി എന്താ വെച്ചാൽ പറഞ്ഞു കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇയാളെ അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യാന്ന് പറയില്ലേ. അങ്ങനെ പിന്നെ യോഗവാസിഷ്ഠം മുഴുവനും അവിടെ പറയാണ് ശ്രീരാമചന്ദ്രനോട്. അവിടെയും പറയുന്നതാണ് ജ്ഞേയമായിട്ടുള്ള എല്ലാം അറിഞ്ഞ് പരിപൂർണമായിരിക്കുന്ന മനസ്സിന് വിശ്രാന്തിയാണ് വേണ്ടതെന്ന്. അതേ വാചകമാണ് അവിടെ ഇവിടെ ജനകം പറഞ്ഞതൊക്കെ ഒരേ മാതിരിയാണ്. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം, പക്ഷേ വിശ്രാന്തിയില്ല എന്ന് പറഞ്ഞാൽ കഷ്ണം നുറുക്കി മസാലപ്പൊടിയൊക്കെ പാടെ ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുത്ത് നോക്കിയാൽ കറിയാവില്ല. വിശ്രാന്തി വേണം. കുറച്ച് സമയം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം, ആ ചൂട് ഏൽപ്പിക്കണം. അപ്പം എന്തായി അതിൽ ചേർത്ത് എല്ലാം കൂടി വെന്ത് പാകപ്പെട്ട് സർവ്വസമന്വയം വന്ന് അതിൻ്റെ ഒന്നിൻ്റെ അല്ലാത്തതും എല്ലാറ്റിൻ്റെയും കൂടി ഒരു സർവ്വസമയത്തിൽ നിന്ന് ഉദ്ഭുതമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു സുഗന്ധം, ഒരു സ്വാദ് ആ കറിയിൽ നിന്ന് വരും. ആ കയ്യിൽ ചേർത്ത് എന്തിൻ്റെയാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അതുപോലെ ഭാഗവതം മുഴുവൻ കൂടി കേട്ട് കഴിയുമ്പോൾ ഈ ഓരോ കഥയുടെ അല്ല, പക്ഷെ എല്ലാം കൂടി കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം സർവ്വസമന്വയത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ഉദയം ചെയ്യും. ആ ഉദയം ചെയ്യുന്നത് എനിക്കും ബാക്കിയുള്ളവർക്കൊക്കെ സമാധാനപരാണ്, ശാന്തിയെ പ്രദാനം ചെയ്യുന്നതാണെന്നൊരു അനുഭവം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുന്ന കണ്ടപ്പോൾ വേദവ്യാസ മഹർഷിക്ക് മനസ്സിലായി ഇനി അവൻ്റെ അഹങ്കാരത്തിൻ്റെ ആണിവേര് പറിച്ചു കളഞ്ഞിട്ടാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ വന്ന് അച്ഛനെ സാഷ്ടാംഗം നമസ്കരിച്ച് അവിടെ കൂടി
എന്താ ഞാൻ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് വേണ്ട സഹായമൊക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കുകയാണ് പീവരി എന്ന് പറഞ്ഞ കുട്ടിയെ കാണാനിടയായി. പീവരിയെ കണ്ട സമയത്ത് എന്തോ കഴിഞ്ഞ ജന്മേന്മാന്തരങ്ങളിൽ കഴിഞ്ഞുപോയ കർമ്മങ്ങളുടെ ചുരുളഴിഞ്ഞു വരുന്നത് പോലെ ഒരു തോന്നൽ. അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്ന് അതിനെ കല്യാണം കഴിക്കേണ്ട കാര്യം. ഇതൊക്കെ വേദവ്യാസന് പണ്ടേ അറിയായിരുന്നു, സമയമാകുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന്. അപ്പം അങ്ങനെ കല്യാണം കഴിഞ്ഞ് 4 മക്കളുണ്ടായി. ആ മക്കളെയൊക്കെ നേരാക്കിയതിന് ശേഷം ജനകരാജാവ് പറഞ്ഞ വാക്ക് ഓർമ്മ വന്നു. എന്താണ്? ജ്ഞേയമായിട്ടുള്ള അറിയപ്പെടേണ്ടതായിട്ട് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അറിഞ്ഞ് പരിപൂർണ്ണമായിരിക്കുന്ന മനസ്സ് വിശ്രാന്തിയാണ് പിന്നെ വേണ്ടത്. അപ്പം അറിയപ്പെടേണ്ടതായിട്ടുള്ളൊക്കെ അറിയപ്പെട്ടു. ഇനി വിശ്രാന്തി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഹിമാലയത്തിലേക്ക് പോയി ആസനം ബന്ധിച്ച് അങ്ങനെ ധ്യാനം ചെയ്തു. അങ്ങനെ പോയി സവിതർക്കം നിർവിതർക്കം, സവിചാരം നിർവിചാരം, സവികൽപ്പം നിർവികൽപ്പം കഴിഞ്ഞിട്ട് നിർബീജാവസ്ഥയിലേക്ക് കടക്കുകയാണ്. ഈ അന്തരീക്ഷത്തിലേക്ക് രണ്ടാമത് വരാൻ വയ്യാത്ത വിധത്തിൽ മറ്റേ ദിവ്യമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു. അതോടുകൂടി ജഡം മരിച്ച മാതിരി തോന്നി. വേദവ്യാസൻ ഓടി വന്ന് അതിനൊക്കെ അടക്കം ചെയ്തു. മുക്കോണത്തിലുള്ള കുഴിയുണ്ടാക്കി അതിൽ ഭസ്മിട്ട് അതിൽ ഇരുത്തി തല ഒരു കുടട്ട് കമഴ്ത്തി അതിന് ശേഷം എല്ലാം സ്ഥലത്തും കൂടി ഭസ്മിട്ട് മൂടി ഒരു സ്ലാബ് മേലിട്ടിട്ട് മൂടുക. അങ്ങനെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഇരിക്കക്കൂടിയില്ലാതെ അങ്ങോട്ടും വയ്യ ഓടിച്ചാടി നടന്ന് ആകെ ആശ്രമത്തിൽ വന്ന സമയത്ത് പൈലനും വൈശമ്പായനും സുമന്തും ഒക്കെ പോയിരിക്കുന്നു, പഠിപ്പ് കഴിഞ്ഞ് പോയിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ കാര്യം ഓർമ്മ. അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിട്ടുവരുന്ന സമയത്ത് ഞാൻ ഈ പർണശാല കെട്ടി ഈ നദീതീരത്തുണ്ടാവും, എപ്പോഴാണ് നിനക്ക് ആവശ്യച്ചാൽ വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മ വന്ന് ഓടിയിട്ട് അമ്മയുടെ മടിയിൽ കമിഴ്ന്നടിച്ച് കടന്നിട്ട് ഇങ്ങനെ തേങ്ങി കരയാൻ തുടങ്ങി. കരയുമ്പോൾ പുറത്തിങ്ങനെ തലോടിക്കൊണ്ട് അമ്മ പറഞ്ഞു, മോനെ നിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നി, അതൊക്കെ ശാസ്ത്രം നീ ഭ്രമിച്ചു, എന്നിട്ട് അതൊക്കെ എഴുതി ഉണ്ടാക്കിയിട്ട് അതൊക്കെ ശാസ്ത്രമെന്ന് വിചാരിച്ചു. പക്ഷേ വാസ്തവത്തിൽ നീൻ്റെ മനസ്സിൻ്റെ അവസ്ഥ ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ, ഇതുകൊണ്ടൊക്കെ നിനക്ക് എന്ത് പ്രയോജനം ഇത്രയും കാലമായിട്ടുണ്ടായിട്ടുള്ളത്. ഒരു പ്രതിസന്ധി വന്ന സമയത്ത് അതിനെ അവിടെ പിടിച്ചു നിൽക്കാൻ തന്നെ ഈ ശാസ്ത്രങ്ങളൊന്നും സഹായിച്ചില്ലല്ലോ. അതുകൊണ്ട് ഇതെന്താണെന്ന് ഇതുവരെ ആർക്കും പറയാൻ പറ്റിയില്ല. പറ്റുകയാണെങ്കിൽ 3 വാചകമേ പറയാൻ പറ്റുള്ളൂ. ഒന്ന് എന്തൊക്കെയോ എന്ന് പറയാം, എന്തിനൊക്കെയോ എന്ന് പറയാം, എങ്ങനെയൊക്കെയോ എന്ന് പറയാം. ഈ 3 വാചകം അല്ലാതെ ഇതിനെക്കുറിച്ച് ആർക്കും പറയാനില്ല. പിന്നെ നമ്മളെ മുമ്പിൽ അതാത് സമയത്ത് വന്ന് ഭവിക്കുന്നതായിട്ടുള്ള ചില പ്രാരബ്ധങ്ങളുണ്ട്, അത് അനുഭവിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. ആ മഹത്തായിട്ടുള്ള ദിവ്യശക്തിയിൽ ഭക്തിയോടുകൂടി അങ്ങനെ കഴിയാമെന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. ഇങ്ങനെ പറഞ്ഞ് തലോടിയപ്പോൾ അല്പം ഒരു സമാധാനം തോന്നി ശുഖമഹർഷിക്കുന്നതാണ്. അതിൻ്റെ ശേഷം ശുഖമഹർഷി ഇങ്ങനെ ആസനം ബന്ധിച്ച് അങ്ങനെ സമാധി അവസ്ഥയിൽ പോയി മേലോട്ട് പോയല്ലോ. മേലോട്ട് പോയതിൻ്റെ ശേഷം ശുഖമഹർഷി ദിവ്യമണ്ഡലത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു കരച്ചിൽ കേട്ടു. ആ കരച്ചിൽ കേട്ടപ്പോൾ തോന്നി എന്തോ ക്വാളിഫൈഡ് ക്രൈ എന്ന് പറയില്ലേ, എന്തോ ഒരു യോഗ്യതയുള്ളൊരു കരച്ചിലായി തോന്നി. അതായത് അവിടെ ചെന്നാൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുന്ന ഒരു തോന്നലും തോന്നി. അങ്ങനെ അവിടെ താഴോട്ട് ഇറങ്ങി. അപ്പോഴാണ് അവിടെ പരീക്ഷിത്ത് രാജാവ് പ്രായോപവേശം ചെയ്യുകയാണ്. അതായത് വെള്ളം ചോദിച്ച് ശമീക മഹർഷിയുടെ അടുത്ത് എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം നിർവികൽപ്പ സമാധിയിലാണ്. സവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് കേൾക്കുമ്പോൾ രൂപം വരും, അതിൻ്റെ ഭാവവും വരും. അതാണ് സാധാരണ. സവികൽപ്പ സമാധിയിലെത്തിയാൽ രൂപം വരും, ഭാവം വരില്ല. നിർവികൽപ്പ സമാധിയിലെത്തിയാൽ ഒരു ശബ്ദം കേട്ടാൽ രൂപവും വരില്ല, ഭാവവും വരില്ല, ഒരു വസ്തുവില്ല. അതുകൊണ്ട് ഇദ്ദേഹം വെള്ളം ചോദിച്ചതൊന്നും അദ്ദേഹത്തിന് മനസ്സിലായില്ല, കാരണം അദ്ദേഹം നിർവികൽപ്പ സമാധിയിലാവുന്നുണ്ട്. അപ്പം അങ്ങനെ അടുത്തൊരു ചത്ത പാമ്പുണ്ടായിരുന്നു. ഏതായാലും ശിവന്റെ മാതിരി ഇരിക്കുകയല്ലേ, രൂപം പൂർണ്ണമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ആ പാമ്പിനിട്ടിട്ട് കഴുത്തുകൂടി ഇട്ടപ്പോൾ ശരിക്കും ശിവന്റെ രൂപം തന്നെയല്ലോ, ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആളങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി, ശരിയല്ല, ചെയ്തത് ശരിയല്ല, ആരോടൊപ്പം ഞാൻ ഈ ചെയ്ത്, എന്താപ്പം ഞാൻ ഈ ചെയ്തു ആലോചിച്ചുകൊണ്ട് അങ്ങനെ കുറ്റബോധത്തോട് കൂടി പോവുകയാണ്. മുനികുമാരൻ വന്ന് ശപിച്ചു, ഇതാരെ ചെയ്തതെന്ന് വെച്ചാൽ അയാൾ 7-ാം ദിവസം പാമ്പ് കടിച്ച് മരിക്കട്ടെ. അപ്പോൾ അത് കേട്ടുകൊണ്ടാണ് മുനി ഉണർന്നത്. നമ്മളൊക്കെ ശമതമാദികളെ അഭ്യസിക്കുന്നവരല്ലേ, അതല്ലേ കാണിക്കേണ്ടത്. അദ്ദേഹം കാണിച്ചെന്താണ്, രജോഗുണ സ്വരൂപിയല്ലേ, അദ്ദേഹത്തിന് ഇതൊക്കെ പറഞ്ഞതാണല്ലോ, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ടാണ്. നമ്മുടെ സ്വഭാവത്തിൽപ്പെട്ടത് അല്ലല്ലോ ഇത്. അതുകൊണ്ട് നീ നമ്മുടെ സ്വഭാവത്തെ ധിക്കരിച്ചാണല്ലോ പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവം കാണിച്ചു, നമ്മുടെ സ്വഭാവത്തിലെ കാണിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് വേഗം ചെന്ന് വിവരം പറയുന്നുണ്ട്, പരിഹാരം എന്താ വെച്ചാൽ നോക്കിക്കൊള്ളാൻ പറയുന്നു. അങ്ങനെ അദ്ദേഹം പോയി വിവരം പറഞ്ഞോടുകൂടി ഈ മന്ത്രിമാർക്കും ഭാര്യമാർക്കും ആരൊക്കെ എന്നെ എന്തിനൊക്കെ ആശ്രയിച്ചോ അവർക്ക് അതൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇയാൾ സ്വതന്ത്രനായി. ഞാൻ ഈ ജനങ്ങളോട് ചോദിച്ചു, എന്നെ രക്ഷിക്കണം, എനിക്ക് യാതൊരു രക്ഷയില്ല, കുറച്ച് ദിവസമേ ഉള്ളൂ, ഒന്നിനും സമയമില്ല. അപ്പോൾ അവർ പറഞ്ഞു, താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവനാൻ അനുഭവിച്ച് എന്നെ തീരുള്ളൂ, ആർക്കും അത് ഇല്ലാതെ കഴിയില്ല. ശ്രീരാമൻ ശ്രീകൃഷ്ണനൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ അതുപോലെ. അപ്പോൾ ഇയാൾ അവസാനം പ്രായവേശം ചെയ്തിട്ട് ആകാശത്തേക്ക് നോക്കി കരഞ്ഞു, ഉറക്കെ കരഞ്ഞ് എന്നെ സഹായിക്കാൻ ആരില്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ആ കരച്ചിൽ വിട്ടുകൊണ്ടാണ് ശുഖമഹർഷിയുടെ ആത്മാവ് ദിവ്യ ജ്യോതിസ് അവിടെ താഴോട്ട് വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ സമാധാനിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. അത് കേട്ടോടുകൂടി ഇത്രയും ദിവ്യനായിട്ടുള്ള ഒരാൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി.
അങ്ങനെ രാവിലെ മുതൽ സൂര്യൻ ഉദിക്കുമ്പോൾ മുതൽ സൂര്യാസ്തമിക്കുന്നത് വരെ ഒരഹസ്. അങ്ങനെ ഈ 7 അഹസ് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് പല കഥകളും പറഞ്ഞു, പലതും പറഞ്ഞു, പല ചോദ്യോത്തരങ്ങളൊക്കെ കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞപ്പോൾ ശുഭമഹർഷി പോവുകയും ചെയ്തു. പോയപ്പോൾ എന്തുണ്ടായി? അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന പാമ്പ് വരാതെ ആക്കി കൊടുക്കുന്ന തോന്നുന്നു. എന്നാൽ തന്നെ കൊത്താതെ ആക്കി കൊടുക്കും, കൊത്തിയാൽ തന്നെ വിഷം ഏൽക്കാതാക്കി കൊടുക്കുമായിരിക്കും. ഇതൊക്കെ നമ്മൾ വിചാരിച്ചു. ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം ഇതൊക്കെ പറഞ്ഞു രക്ഷിച്ചുതരാം എന്ന് വാക്കും കൊടുത്തു. അദ്ദേഹം പോവുകയും ചെയ്തു. പാമ്പ് വരുന്നു, ഇയാളെ കൊത്തുന്നു, ഇയാൾ ചാമ്പലാവും. അപ്പം എന്തേ ഇപ്പോൾ ഭാഗവതം കേട്ടുകൊണ്ട് പരീക്ഷിത് എന്ത് പ്രയോജനം ഉണ്ടായത്? ഒരു പ്രയോജനം ഉണ്ടായില്ല. മരണഭയം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനം. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ എന്താണ് ഭാഗവതത്തിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്തത് നമുക്കൊന്ന് മനനം ചെയ്യണം. അതതിൻ്റെ പ്രധാനപ്പെട്ട വശാതാണ്. ശുഗബ്രഹ്മർഷി എന്താ പറഞ്ഞത്? അല്ലയോ പരീക്ഷിത്ത് മഹാരാജ, അങ്ങ് വിചാരിക്കുന്നു ഞാൻ ചത്ത പാമ്പിനെ ശമീക മഹർഷിയുടെ കഴുത്തിലിട്ടു, അതിൻ്റെ ഫലമായി മുനികുമാരൻ്റെ ശാപം കാരണമായിട്ട് 7-ാം ദിവസം എന്നെ പാമ്പ് വന്ന് കൊത്തും, ഇങ്ങനെ കൊല്ലും. ഇതല്ലേ ഇപ്പം അങ്ങ് വിചാരിക്കുന്നു? അങ്ങ് വിചാരിക്കുന്നത് അബദ്ധജടിലാണ്. ഗോവിന്ദൻ കിണറ്റിൽ വീണ് മരിച്ചു എന്ന് പറഞ്ഞോടുകൂടി കുഞ്ഞിക്കണാരൻ ബോധം കെട്ട് വീണു. അപ്പോൾ അടുത്ത നായർ വന്നിട്ട് നീ എന്തിനാടാ ബോധം കെട്ടുന്നു? പറഞ്ഞു കേട്ടില്ലേ ഗോവിന്ദൻ കിണറ്റിൽ വീണു. എന്താ ഈ നാട്ടിൽ ഗോവിന്ദൻ എന്ന് പറഞ്ഞ് നിന്റെ മകന് മാത്രമേ ഉള്ളോ പേര്? ഒട്ടനെയാൾ എന്താ നീ പറഞ്ഞതെന്ന് പറഞ്ഞു. തട്ടാൻ്റെ ഗോവിന്ദനാണ് അവിടെ വീണതെന്ന് പറഞ്ഞു. അതോടുകൂടി ഇയാളെ മനസ്സൊക്കെ മാറി, പിന്നെ സഹായിക്കാനുള്ള ഓട്ടായി. അപ്പം അതുപോലെ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ എടുത്ത് ചാടി അങ്ങ് കർത്തവ്യത മൂഢനായി പോവുക എന്നൊക്കെയാണല്ലോ സാധാരണ. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരവസ്ഥയാണ് ഇതിലുണ്ടായത്. എന്താണ്? അങ്ങ് ചത്ത പാമ്പിനെ ശമീക മഹർഷിയുടെ കഴുത്തിലിട്ടിട്ടില്ല, ശുഗമഹർഷി പറയാണ്. അതുപോലെ 7-ാം ദിവസം പാമ്പ് വന്ന് അങ്ങേ കൊത്തൂല്ല എന്ന് പറയാണ്. അപ്പോൾ അതിന് അദ്ദേഹം തെളിയിക്കുന്ന എന്താണ്? അങ്ങ് വിചാരിക്കുന്നു ഞാൻ ശരീരമാണ്, മനസ്സാണ്. മനസ്സും ബുദ്ധിയും നിശ്ചയം പിന്നെ സംശയം എന്നുള്ള 2 ആസ്പെക്റ്റിൽ മാത്രമാണല്ലോ ഭിന്നമായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നാണ്. അപ്പോൾ ശരീരവും മനസ്സുമാണ് ഞാൻ എന്നല്ലേ അങ്ങ് വിചാരിച്ചത്. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെയല്ല. അങ്ങ് ശരീരമല്ല, മനസ്സുമല്ല. അങ്ങ് ആത്മാവാണ്, ദൃഷ്ടാവാണ്. ദൃശ്യങ്ങളിൽപ്പെട്ടതാണ് ശരീരം മനസ്സും. പഞ്ചഭൂതങ്ങളൊക്കെ ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങൾ കൂടി ചേർന്നിട്ടാണ് ശരീരമായത്. ആ ശരീരം ദൃശ്യം തന്നെയല്ലേ. ആ ശരീരത്തിൻ്റെ സൂക്ഷ്മാംശമാണ് മനസ്സായത്, അതിൻ്റെ സൂക്ഷ്മാംശം ബുദ്ധിയായി. അപ്പം അതുവരെ ഇത് മുഴുവനും ജഡമാണ്. ഈ ജഡങ്ങളൊക്കെ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളൊന്നും തന്നെ ഒരു വിധത്തിലും ആത്മാവിനെ ബാധിക്കുന്നില്ല. ആണ് നൈനം ചിന്ന ശസ്ത്രാണി നൈനം ദേഹതി പാവക നചൈനം ക്ലേദയും ദ്യാപോ നശോഷേതി മാരുത എന്നൊക്കെ പറയണ്ടല്ലോ. അതുകൊണ്ടൊന്നും ബാധിക്കില്ല. ഇതൊന്നും ബാധിക്കാത്തതായ ആത്മാവാണ് അങ്ങ്. അതുകൊണ്ട് അങ്ങ് ചത്ത പാമ്പിനെ ശമീക മഹർഷിയുടെ കഴുത്തിലിട്ടിട്ടില്ല. അങ്ങയെ പാമ്പ് വന്ന് കടിക്കൂല. കാരണം ഈ ചത്ത പാമ്പിനെ തലയിലിടുന്ന ആ പ്രവൃത്തി കണ്ടുകൊണ്ടിരുന്ന ദൃഷ്ടാവാണ് അങ്ങ്. അങ്ങനെ പാമ്പ് വന്ന് അതിനെ കൊത്തുന്ന സമയത്ത് അത് ചാമ്പലാവുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ദൃഷ്ടാവാണ് അങ്ങ്. അതുകൊണ്ട് ദൃഷ്ടാവായുള്ള അങ്ങ് കർമ്മം ചെയ്യുന്നില്ല, കർമ്മഫലം അനുഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ ദൃശ്യങ്ങളിലെ പ്രതിഭാസങ്ങൾ മാത്രമാണ്. പക്ഷെ അങ്ങിപ്പോൾ ഞാൻ ശരീരം മനസ്സാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ തെറ്റിദ്ധാരണ ഞാൻ നീക്കിത്തരാമെന്ന് പറയാണ്. ചട്ടമ്പി സ്വാമികൾ സാധാരണക്കാർക്ക് ഇതൊക്കെ മനസ്സിലാവാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു ചെമ്പരത്തി പൂവ് മേശപ്പുറത്ത് വെച്ച് അതിൻ്റെ മേലൊരു സ്ഫടികം വയ്ക്കുക. സ്ഫടികം വെച്ചാൽ എന്താ ഉണ്ടാവുക? സ്ഫടികം ചോക്കും. വാസ്തവത്തിൽ സ്ഫടികം ചുവന്നുണ്ടോ? ഇല്ല. പക്ഷേ അതിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇത് ചുവന്ന മാതിരി തോന്നുക. എന്നിട്ട് ആ ചുവപ്പ് കളയാൻ ചകരം ചുവപ്പിട്ട് വരച്ച് കളഞ്ഞാൽ പോവോ? ഇല്ല. അതൊന്ന് വേർപ്പെടുത്തി നോക്കണം. വേർപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ അതിലിത് വന്നിട്ടില്ല, വരുമില്ല. പിന്നെയും മേലെ വയ്ക്കുമ്പോൾ ചുവന്ന മാതിരി തോന്നുകയാണ്, വേറും തോന്നല. അതുപോലെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സാമീപ്യം കൊണ്ട് ഈ നിർഗുണനായിട്ടുള്ള അങ്ങയുടെ ആത്മാവ് വിശപ്പുള്ള ദാഹമുള്ളതാണ്, രാഗദ്വേഷാദികളിലാണ്, ജ്ഞാനജ്ഞാനങ്ങൾക്ക് വിധേയാണെന്നൊക്കെ തോന്നുകയാണ് വെറുതെ. അത് വാസ്തവത്തിൽ അതില്ലാത്തതാണ്. ഇതുപോലെ സാമീപ്യം കൊണ്ട് തോന്നുകയാണ്. അപ്പോൾ അത് ഞാൻ മാറ്റിത്തരാമെന്ന് പറയാം. എന്നിട്ട് 1-ാമത്തെ സ്കന്ധം മുതൽക്ക് പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചമല്ല ഈ ബോധം എന്ന് പറയാണ്. അപ്പോൾ എന്താണ്? 2 ആൾ കൂടിയിട്ട് കൃഷ്ണനായരെ കാണാൻ പോവാണ്. ഒരു ഗേറ്റ് കണ്ടു, മറ്റേ ആൾ ഓടി അതല്ല എന്ന് പറഞ്ഞു. അല്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മടങ്ങി. വേറൊരു ഗേറ്റിൻ്റെ അടുത്ത് പോയി അതല്ല എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് മടങ്ങി. അപ്പോൾ അതല്ല എന്ന് പറയുമ്പോൾ അവിടുന്നൊക്കെ മടങ്ങിയിട്ട് അവസാനം അത് തന്നെ എന്ന് പറയുന്ന അവസ്ഥയിലെത്തി. ആദ്യം പഞ്ചഭൂതാത്മക പ്രപഞ്ചം അല്ല ഞാൻ എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കഥകളാണ് ആദ്യത്തെ സ്കന്ധങ്ങളിലൊക്കെ. പിന്നെ ശരീരം, ഇന്ദ്രിയങ്ങളോട് കൂടിയ ശരീരമല്ല ഞാൻ എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കഥകളാണ്. അതോടുകൂടി ശരീരത്തിൽ നിന്നും പിൻവാങ്ങി. മനസ്സല്ലാന്ന് തെളിച്ച കഥകളിൽ കൂടി മനസ്സല്ല എന്നുള്ള അവസ്ഥയിലേക്ക് മനസ്സിൽ നിന്നും പിൻവാങ്ങി, ബുദ്ധിയിലെത്തി.
ബുദ്ധിയല്ല എന്ന് തെളിയിക്കുന്ന അവസാനം 11ാമത്തെ അധ്യായമാകുമ്പോഴേക്ക് സ്കന്ധാകുമ്പോഴേക്ക് ബുദ്ധിയെല്ലാം തെളിയിക്കുമ്പോൾ എല്ലാം കൂടി ഇത് മുഴുവനും അല്ലാത്ത മറ്റൊരു മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ്? അന്തര്യാമിയായിട്ടുള്ള ആത്മാവ്, പ്രകാശ സ്വരൂപമായിട്ടുള്ള ആത്മാവിലേക്ക് ഇത് തിരിച്ചു ലയിക്കുകയാണ് ഈ ബോധം. അപ്പം അതിൽ നിന്നാണ് ഈ ബോധം പുറത്തേക്ക് വന്ന് ബുദ്ധിക്ക് അന്തര്യാമിയായി, മനസ്സിന് അന്തര്യാമിയായി, ശരീരത്തിന് അന്തര്യാമിയായി, ഭൗതിക ലോകത്തിലെ സകലത്തിനും അന്തര്യാമിയായി അതിൻ്റെ ഗുണങ്ങളെ മുഴുവൻ പുറത്തേക്ക് പ്രകാശിപ്പിക്കുക ചെയ്തത്. അപ്പോൾ അത് അന്തര്യാമിക്ക് ഇതൊന്നും ബാധകമല്ല. അന്തര്യാമി അതൊന്നും ബാധിച്ചിട്ടില്ല. അന്തര്യാമി പ്രകാശസ്വരൂപമാണ്. അത് കാലദേശാതീതമായുള്ള മഹാപ്രജ്ഞയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. ആ ഞാൻ ദൃഷ്ടാവാണ്. ഈ സകല അനന്തകോടി ബ്രഹ്മാണ്ഡ പ്രതിഭാസങ്ങൾക്ക് ദൃഷ്ടാവായിട്ടിരിക്കുന്ന എന്നെ ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും ബാധിക്കുന്നില്ല എന്നാണ്. അന്ന് ഒരു അനുഭവം അദ്ദേഹത്തിന് വന്നു, ശ്രവണമാത്രാൽ വന്നു. ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് ഉപദേശം കൊടുത്തു. അദ്ദേഹം മുക്തനായി മാറിയതിന് ശേഷം ഇനി ഈ മന്ത്രം ജപിച്ചോളൂ, ഈ ആസനം ചെയ്തോളൂ, ഈ ദൈവത്തെ ആരാധിച്ചോളൂ എന്ന് പറയേണ്ടി വന്നില്ല. ശ്രവണമാത്രാൽ ആ അവസ്ഥ ബോധോദയം വന്നു. ബോധയം വന്നു. പിന്നെ പാമ്പ് വരുന്നു, കടിക്കുന്നു, ആരെ ദൃശ്യങ്ങളെ കടിക്കുന്നു. സിനിമ കാണുന്ന മാതിരിയൊക്കെ കണ്ട് രസിക്കാനുള്ള പിന്നെ ദൃഷ്ടാവാണ് ഞാൻ എന്നുള്ള ബോധോദയം വന്നതുകൊണ്ട് അദ്ദേഹത്തിന് അതൊക്കെ വളരെ രസമായിട്ട് അനുഭവിക്കാൻ പറ്റിയെന്നാണ്. അപ്പം അതുപോലെ ഈ ദൃഷ്ടാവാണ് ഞാൻ എന്നുള്ള അവസ്ഥ, തുര്യനാണ് ഞാൻ എന്നുള്ള അവസ്ഥ തെളിഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ എടുത്തിട്ടുള്ള ജന്മത്തിൻ്റെ കാരണം എന്തോ അതിൻ്റെ സാക്ഷാത്കാരം നടത്തുന്നത്. എന്താണ് ജന്മത്തിൻ്റെ കാരണം? എന്തിനാണ് ഈ സൃഷ്ടി? അനന്തശൂന്യ വിസ്തൃതിയിൽ ഇതൊക്കെ ലയം പ്രാപിക്കും. ഒരിക്കൽ ഇതൊക്കെ ഇല്ലാതാവും. ഇതൊക്കെ പോയി ആ എനർജിയിൽ തിരിച്ച് ലയിക്കും. എനർജി മാത്രമാകുമ്പോൾ ഒരു കാന്തശക്തി, അനന്തമായിട്ടുള്ളൊരു മഹാകാന്തശക്തി. ആ കാന്തശക്തിയിൽ ഇതെല്ലാം പോയി വിലയം പ്രാപിക്കുമ്പോൾ ഒന്നും കാണപ്പെടാൻ അവിടെ ഒന്നും ഉണ്ടാവില്ല. അതിന് ശൂന്യം എന്ന് പറയും. ശൂന്യം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ഗോചരമല്ലാത്ത അവസ്ഥ എന്നല്ല, ഇല്ലായ്മ എന്നുള്ള അർത്ഥമല്ല. ഇല്ലായ്മ എന്ന് ആർക്ക് പറയാൻ പറ്റും? ഈ ലോകത്ത് ഒന്നും ഇല്ലാതിരിക്കുമോ? അതുകൊണ്ട് ഇന്ദ്രിയ ഗോചരമല്ലാത്ത അവസ്ഥയെ പ്രാപിച്ചിരിക്കുകയാണ്. അതിനാണ് അനന്തശൂന്യ വിസ്തൃതി എന്ന ദേവീഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ അനന്തശൂന്യ വിസ്തൃതിയിൽ അന്തർലീനമായുള്ള അനന്ത വൈവിധ്യങ്ങളെ പ്രകടമാക്കി കണ്ട് രസിക്കാനുള്ള പദ്ധതിയാണ് സൃഷ്ടി എന്നാണ് വേദത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ അന്തര്യാമി ആണെന്നും നമ്മൾ ദൃഷ്ടാവാണെന്നും നമ്മൾ ഈ തുര്യനാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സുനാമി ആയാലും ശരി, ഭൂമി ഉൽക്കായാലും ശരി, അഗ്നിപ്രളയമായാലും ശരി, ഒന്നും നമ്മളെ ബാധിക്കില്ല. അതൊക്കെ കണ്ട് രസിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ മഹാബോധത്തിനുണ്ട് താനും. ഈ പ്രജ്ഞ ഒരു സ്ഥലത്ത് മാത്രമല്ല, പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് പറയുന്നത് ഐതരേയ ഉപനിഷത്തിൽ, ഋഗ്വേദത്തിൽ. ലോകം മുഴുവൻ എവിടൊക്കെ എന്തൊക്കെ ഉണ്ട് അവിടൊക്കെ ഈ പ്രജ്ഞ അത് തന്നെയാണ്. ഒരു പ്രജ്ഞ മാത്രമാണ് പ്രജ്ഞാനം ബ്രഹ്മ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉള്ളത്, വളരെ വലുത് എന്നുള്ള അർത്ഥത്തിൽ എല്ലാ സ്ഥലത്തും ഉള്ളത് പ്രജ്ഞാനം ബ്രഹ്മ. ആ പ്രജ്ഞയാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ആ പ്രജ്ഞാസ്വരൂപിയാണ് ഞാൻ. അതുകൊണ്ട് എന്നിലാണ് ഈ ബ്രഹ്മാണ്ഡ പ്രതിഭാസങ്ങളൊക്കെ തന്നെ ചലനം കൊണ്ട് ഉണ്ടായി നിലന്ന് മറഞ്ഞു എന്ന് തോന്നപ്പെടുന്നതൊക്കെ അതിലാണ്. അതാണല്ലോ ഗായത്രിയിൽ എനിക്ക് മടുക്കാതുള്ളത് ആത്മാവെന്ന് സുനിശ്ചിതം, എനിക്ക് മടുക്കാത്ത ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നാണ്. തത് സവിതർ വരേണ്യം എന്നുള്ളതിൻ്റെ ഭാവാർത്ഥം എന്നാണ് പറയുന്നത്. അത് 3-4 വേദങ്ങൾ ഓതുന്നു, ഞാൻ ആത്മാവ് മാത്രമേ. എല്ലാ വേദങ്ങളും എന്താ പറയുന്നത്? ആ ആത്മാവ് ഞാൻ തന്നെയാണെന്നാണ്. ആ ആത്മാവിലെ തോന്നലുകളാണ് ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളൊക്കെ എന്നാണ്. ആദ്യത്തെ എന്താണ്? 3 ലോകത്തിൽ വ്യാപിക്കും കർമ്മസാക്ഷിത് മാനവൻ. 1ാമത്തെ പാദം എനിക്ക് മടുക്കാതുള്ളത് ആത്മാവെന്ന് സുനിശ്ചിതം. ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. എന്ത് കിട്ടിയാലും നമുക്ക് മടുക്കും, പക്ഷെ ആത്മാവിനെ മാത്രമേ മടുക്കാത്തുള്ളൂ. നമ്മളെ മനസ്സും ആത്മാവും ഏകീകരിച്ചിരിക്കുന്ന സമയമാണ് ഈ സ്ലീപ്പ്, നിദ്ര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിദ്ര മടുക്കാത്തത്. അതൊരു വിഷയാനന്ദത്തിൻ്റെ ഉന്നത അവസ്ഥയിൽ എത്തുന്ന സമയത്ത് കാലം ദേശാഹന്ത മമത ഇല്ലാത്ത ബോധാനന്ദ സ്വരൂപിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് മടുക്കാത്തത്. അപ്പോൾ നമ്മുടെ അവസ്ഥ ഈശ്വരൻ്റെ അവസ്ഥയാണ്. അപ്പോൾ താൽക്കാലികമായി ഈശ്വരനായിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്തതിന് ശേഷം ആ സമയത്ത് സൃഷ്ടി നടത്തിക്കുകയാണ്. അപ്പോൾ സൃഷ്ടി എപ്പോഴും ഈശ്വരൻ മാത്രമേ നടത്തുന്നുള്ളൂ. ലോകത്ത് സൃഷ്ടി നടത്താൻ ഈശ്വരനല്ലാതെ വേറെ ആർക്കും കഴിയില്ല. പക്ഷേ അയാൾക്ക് 8 കുട്ടികളുണ്ട് 10 കുട്ടികളെന്നൊക്കെ പറയുമ്പോൾ 8 പ്രാവശ്യം 10 പ്രാവശ്യമൊക്കെ അയാൾ ഈശ്വരൻ്റെ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. കാലം ദേശ അഹന്ത മമതാദികളില്ലാത്ത ബോധാനന്ദ സ്വതന്ത്ര സ്വരൂപിയായിട്ടിരിക്കുകയാണ് ആ സമയത്ത്, ആ ഒരു നിമിഷത്തിൽ. ആ സമയത്താണ് സൃഷ്ടി നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈശ്വര സ്വരൂപം എന്താണെന്ന് ഈ വിഷയാനന്ദ അനുഭവിക്കുന്നവർക്കൊക്കെ അറിയാം. ഇതാണ് ഈശ്വരൻ്റെ സ്വരൂപം. അത് എന്നും കാലാതീതമായ അവസ്ഥയിൽ ഇരിക്കുന്നതാണ് മഹാസമാധി എന്ന് പറയുന്നത്, സമാധി അവസ്ഥ. അപ്പോൾ സ്ലീപ്പ്, സെക്സ്, സൂപ്പർ കോൺഷ്യസ് സ്റ്റേറ്റ്, സമാധി, ഈ 3 അവസ്ഥയിലുമാണ് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഇതൊന്നും ഒരിക്കലും മടുക്കാത്തതാണ്, പ്രണവസ്വരൂപമാണ്. അപ്പോൾ ഈ പ്രണവസ്വരൂപമായിട്ടുള്ള ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഈ മഹാമായുടെ അനന്തവിലാസങ്ങൾ കണ്ട് രസിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്നുള്ളത്. കാഴ്ചബംഗ്ലാവ് പോയി
സിംഹത്തിനെയും കരടീനെയും പുലിയെയും പാമ്പിനെയും ഒക്കെ കണ്ടിങ്ങനെ രസിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയുള്ളത്. പക്ഷെ ആ സമയത്ത് 2 പുലി ഒരു സിംഹവും കൂട് പൊട്ടിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ സുരക്ഷിതത്വം ഞങ്ങൾക്ക് തൽക്കാലം ഏൽക്കാൻ പറ്റില്ല, പോലീസിൽ വിവരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് രസിക്കാൻ പറ്റുമോ? നമ്മൾ ഓട്ടോ ഒരു തെങ്ങിൻ്റെ മേലെ കയറലും അതും ഇതും എല്ലാം കൂടി ആയിരിക്കും. പക്ഷേ ആ സമയത്ത് അതിനൊക്കെ ഓരോ കൂട്ടിലാണ് എങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളെ ബാധിക്കില്ല എന്നുള്ളത് രസിക്കാൻ പറ്റും. അതുപോലെ ശരീരവും മനസ്സും ബുദ്ധിയല്ല, ആത്മാവാണ്, ദൃഷ്ടാവാണ്, അല്ലെങ്കിൽ തുര്യനാണ് ഞാൻ എന്ന അറിവ് വന്നതിൻ്റെ ശേഷം ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ എന്നെ ബാധിക്കുന്നില്ല എന്ന് അറിവ് വന്നതിന് ശേഷം മാത്രമാണ് മഹാമായയുടെ ഈ അനന്തവിലാസങ്ങൾ കണ്ട് രസിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുള്ളൂ. ഇപ്പോഴും നമ്മൾ തുര്യനാണ്, അല്ലെങ്കിൽ ദൃഷ്ടാവാണ്, ആത്മാവാണ് ഇപ്പോഴും. അത് എപ്പോഴേ ഇപ്പോൾ ശങ്കരഭഗവത്പാദർ വളരെയധികം ചോദിക്കും, എപ്പോഴാണ് നിങ്ങൾ ആത്മാവ് അല്ലാതായിട്ടുള്ളത്? എന്നെങ്കിലും നിങ്ങൾ ആത്മാവ് അല്ലാതെയാവുമോ? എന്ത് നിങ്ങൾ കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിന് സുഖമല്ല എന്ന് പറയുമ്പോൾ ആരാ പറയുന്നത്? കാണുന്ന ആളാ പറയുന്നത് സുഖമല്ല. മനസ്സിന് സുഖമല്ല, എനിക്ക് നല്ല പറയാം, മനസ്സിന് സുഖമല്ല. എൻ്റെ നായ്ക്ക് സുഖമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമല്ല എന്നുള്ള അർത്ഥമല്ല. അതുകൊണ്ട് മനസ്സിന് സുഖമല്ല, ശരീരത്തിന് സുഖമല്ല, ബുദ്ധിക്ക് സുഖമല്ല എന്ന് സർട്ടിഫൈ ചെയ്യുന്ന ആരാണ്? ഈ ദൃഷ്ടാവായിട്ടുള്ള ഞാനാണ്. ആ ഞാനിനെ അതൊന്നും ബാധിക്കുന്നില്ല. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആത്മാസവിജ്ഞയ എന്ന് പറയുന്നത് അതിനെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ വീട്ടിൽ വഴക്കും വക്കാണും നടക്കുന്ന സമയത്ത് മനസ്സുകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത്, ആ യുദ്ധം ബാധിക്കാത്ത, ആ സുഖവും ദുഃഖവും ക്ഷോഭമൊന്നും ബാധിക്കാത്തതായ അതിനെ നോക്കി കാണുന്ന എന്നെ തിരിച്ചറിയാൻ പറ്റിയ സന്ദർഭം അതാണ്. കലക്കത്തിലാണല്ലോ മത്സ്യത്തിന് പിടിക്കാൻ നല്ലതെന്ന് പറയുന്ന മാതിരി. നേരെ മറിച്ച് ഏകാന്തയിൽ ഇരിക്കുന്ന സമയത്ത് മനസ്സും ശരീരം ബുദ്ധി ഏതാ വേറെ വേറെ തിരിച്ചറിയില്ല. നേരെ മറിച്ച് സമൂഹത്തിലിരിക്കുന്ന സമയത്ത് ഓരോ സമയത്തും മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ബുദ്ധിയുടെ വെപ്രാളങ്ങളും അതിൻ്റെ ഈ അശാന്തി എല്ലാം കൂടി കാണുന്ന സമയത്ത് അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്നെ ഇത് ബാധിക്കുന്നില്ല എന്ന് മനനം ചെയ്യാൻ പറ്റിയ സന്ദർഭം അതാണ്. അതുകൊണ്ട് അത് ആണ് ഞാൻ എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള ജീവിതം മുഴുവനും മുക്താവസ്ഥയിലാണ്. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ മോക്ഷാവസ്ഥയിലേക്ക് പോകാൻ എന്തൊക്കെയാണ് അറിയേണ്ടത്, എങ്ങനെയൊക്കെയാണ് അറിയേണ്ടത്, അതാണ് ഭാഗവതം 1-ാമത്തെ ഇത് മുതൽക്ക് സ്കന്ധം മുതൽക്ക് 12 വരെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ അനുഭവിക്കാനുള്ള അത്യാവശ്യങ്ങളൊക്കെ അനുഭവിച്ച് മടുപ്പ് വരുത്തണം. അവിദ്യാമൃത്യം തീർത്തു, അവിദ്യ കൊണ്ട് മൃത്യുവിനെ ജയിക്കണം. പിന്നെ വിദ്യാമൃതമസിൻ്റെ ആത്മജ്ഞാനികളായ ആളുകളിൽ നിന്ന് ശ്രവണം ഉണ്ടാവണം. ശ്രവണം ഉണ്ടായി കഴിഞ്ഞിട്ട് അവനവൻ്റെ ജീവിതാനുഭവത്തിൽ ഓരോ അനുഭവത്തിലും ഇത് ശരീരത്തിൻ്റെയാണ്, ഇത് മനസ്സിൻ്റെയാണ്, ഇത് ബുദ്ധിയുടെയാണ്, എൻ്റെ അല്ല, ഞാനിതൊക്കെ കാണുന്ന ആളാണ്, എന്നത് ബാധിക്കുന്നില്ല, ബാധിച്ചിട്ടില്ല എന്ന് നമ്മളെപ്പോഴും മനനം ചെയ്തുകൊണ്ടിരുന്ന കുറേ കഴിയുമ്പോൾ ഇതൊക്കെ അന്യമാണ്, ഞാൻ അന്യമാണെന്ന് തോന്നും. അപ്പോൾ എന്നിലെ തോന്നലുകൾ മാത്രമാണ് ഈ ബ്രഹ്മാണ്ടങ്ങളൊക്കെ എന്ന് അവസാനം ബോധ്യാവും ചെയ്യും. എന്നെ ബാധിക്കുന്നില്ല, അതൊക്കെ കണ്ട് രസിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് താനും എന്ന് പറയുമ്പോൾ ശാശ്വതമായുള്ള ആ സത്യവസ്തു എന്താണെന്ന് അവനവന് ബോധ്യമായി. എൻ്റെ യഥാർത്ഥ സ്വരൂപം അതായിരുന്നു, ആണ് എന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്ന ആത്മജ്ഞാനിയായുള്ള ഗുരുവിനോടാണ് പിന്നെ നമുക്ക് കടപ്പാടുള്ളതെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.